Praise the Lord. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം അർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവത്തിന് ആരാഞ്ഞറിയുവാനും ദൈവം നമുക്ക് അവസരം നൽകുന്നതിനായി കർത്താവിന് എല്ലാ മഹത്വം വെച്ച് സമാഗമന കൂടാരം എന്ന വിഷയം പഠിക്കുവാനാണ് ദൈവത്തെ വളരെ വിശദമായ പഠനം ഇതിനു മുൻപ് ഇത് നടന്നിട്ടുണ്ട്. വിശേഷം പ്രധാനദാസൻ അവരുകൾ പലപ്പോഴായി ഈ ദൈവസഭയുടെ ആരംഭകാലം മുതൽ ദൈവത്തിന് അഭ്യസിപ്പിക്കുന്ന ഒരു പ്രധാനദാസനാണ്. അദ്ദേഹവും ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായി. നമ്മൾ ഇന്നു മുതൽ ഈ വിഷയം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്നും നാളെയും നാളെ കഴിഞ്ഞുകൊണ്ടൊന്നും പഠിച്ചു തീരാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷെ ദേവദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, തുറമാനമായി നമുക്ക് ഈ വിഷയം പഠിക്കാൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് അവസരങ്ങളെ ഉണ്ടാകും. ഈ ചിത്രങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പെട്ടെന്നൊന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിഗ്രഹം ഉണ്ടാക്കിയിട്ടെന്നൊന്നും പിന്നെ പറയരുത്. ഒന്നിൻ്റെ ഇമേജ് ഒന്നും ഉണ്ടാക്കരുതെന്നാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതേ പിടിച്ചോണ്ട് വരരുത്. അതിന് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവദാസൻ വളരെ ഞാൻ ശാന്തമായിട്ട് ഇരിക്കാൻ കാരണം ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞെങ്കിൽ ഊക്കും. അതാ ശാസനത്തിനും ഗുണീകരണത്തിനും കൂടെയാണല്ലോ. അല്ല ഇതിൻ്റെ ബേഷുപാസ് പറഞ്ഞ പോലെ അതിൻ്റെ പാത്രവും മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മുടെ ശാസനത്തിനും ഗുണീകരണത്തിനും മാത്രമല്ല, അടിക്കുന്നതൊക്കെ തലയ്ക്ക് എണ്ണയാണെന്നൊക്കെയാണ് വാക്യം. അല്ല തീർന്നു പോകുന്നൊന്നുമല്ല, ശാസിക്കുന്ന തലയ്ക്ക് എണ്ണ, അങ്ങനെയൊക്കെയാണ് വാക്യം. നമുക്കൊന്നുകൂടെ അനുഗ്രഹമായി തിരികെയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ലൈവ് ഒന്നും ഇല്ലാത്ത സമയത്തല്ല ഇത് പറയാൻ നോക്കൂ. അതുകൊണ്ടാണ് ദൈവദാസന കാര്യം പറഞ്ഞ് എനിക്കത് സന്തോഷമായി തോന്നി. ഈ വാർണിങ്സ്, മുന്നറിയിപ്പുകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. പലതിലും ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുമല്ലോ. നമ്മൾ യാത്ര ചെയ്യുന്ന വരുന്ന വഴിക്കൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടില്ലേ അല്ലേ? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂട്ടറുമായിട്ട് നേരെ ചെന്ന് ആ പോസ്റ്റേജ് ചെന്ന് കയറാനല്ല. ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു പോകണം, സ്പീഡ് കുറയ്ക്കണം, കർവ് വളവാണ്, സ്പീഡ് കുറച്ച് പോവുക. ഇന്നടുത്ത് സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അതൊക്കെ എന്നെ സ്കൂളിൻ്റെ ഹോസ്പിറ്റലൊക്കെ പടം കൊടുക്കാൻ കാരണം സ്കൂളുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാതെ വരും. പ്രായമുള്ള നിങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ചേ വരാവൂ. ഇടതുവശത്ത് ഹോസ്പിറ്റലുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെയും എംബ്ലം കാണും. എമർജൻസി ആയിട്ട് 4 ഭാഗത്തുനിന്നും വാഹനങ്ങൾ വന്നേക്കാം. വാഹനം ഓടിച്ചു വരുന്നവർ, എമർജൻസി ആയിട്ട് വരുന്ന വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ചില്ല, നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം എന്നറിയിക്കാനാണ് ഇതൊക്കെ ഈ വെച്ചേക്കുന്നത്. അല്ല നമുക്ക് സമ്മേളനത്തിൻ്റെ ഫ്ലെക്സ് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് നാട്ടിയേക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോ മുന്നറിയിപ്പ് നൽകുമ്പോഴും നമ്മൾ അതിന് കീപ്പ് അവേ ഫ്രം ദം, അവയിൽ നമ്മൾ അകലം പാലിക്കണമെന്നാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത്. പ്രത്യേകിച്ചും ദൈവസഭയിൽ അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതൊന്നും സാരമില്ല, അങ്ങനെ പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെയാ, കൊച്ചുങ്ങളാകുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ നോക്കുകയല്ല. പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ നോക്കുമോ? നമ്മൾ സാധാരണ പറയാറില്ലേ? അപ്പം ഞാൻ അതിന് സാധാരണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഏലി പുരോഹിതൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഇതുപോലെ ലൈവില്ലാത്തതുകൊണ്ട് ഈ ഭാഷ ഉപയോഗിക്കാം. തല തെറിച്ച 2 എണ്ണം. ശരിയല്ലേ? ഇവന്മാര് കാരണം അപ്പനും കൂടെ കഴുത്തൊടിഞ്ഞ് ചാകേണ്ട ഗതികേടുണ്ടായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏലി പുരോഹിതന്റെ മക്കൾ വളർന്ന അതേ മുറ്റത്താണ് ശമൂവേൽ വളർന്നത്. ആണല്ലോ, ശരിയല്ലേ? ഇവന്മാര് കാണിക്കാത്ത കൊള്ളരുതാഴിയൊന്നുമില്ല. പക്ഷെ അവിടാണല്ലോ ശമൂവേൽ വളർന്നത്. ശമൂവേൽ എന്നിട്ട് ഇവന്മാരുടെ പുറകെ കിടന്നിട്ട് എന്തുകൊണ്ട് അതുപോലെ ആയിപ്പോയില്ല? നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അങ്ങനെയാകുമ്പം അങ്ങനെയൊക്കെയാ. നമ്മളിപ്പോൾ എല്ലാത്തിനും അങ്ങനെ ബലം പിടിച്ച് നോക്കുവോ? പിള്ളേരാകുമ്പോൾ ആണ്ടെ 2 എണ്ണം തല തെറിച്ച് പോകുമ്പം ഇവര് താമസിക്കുന്ന അതേ മുറ്റത്ത് ശമൂവേൽ വളരുക. ഏലിപുരോഹിതൻ ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോഴും ശമൂവേലിനോട് ദൈവം സംസാരിക്കുന്നു.
കണ്ടോ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നും ചേരത്തിന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കണ്ണം തിന്നണമെന്നല്ല, അവിടെ ചെല്ലുമ്പോൾ ഞാൻ തിന്നത്തില്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. ആ സ്തോത്രം. അല്ല, 3 പിള്ളേരങ്ങനെ പറഞ്ഞല്ലോ, ഇല്ലേ? ആ, അതും റോയൽ ഫുഡാ. പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന്റെ ഭോജനം കൊണ്ടോ എന്നെടുത്തു പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ല. കണ്ടോ? അന്യദേശത്താണ് എന്തു സംഭവിക്കുക, എന്നിട്ടും വരുന്നത് വന്നോട്ടെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സൂക്ഷിക്കും. ഇതാണ് ആത്മീകന്റെ ജീവിതത്തിലെ എപ്പോഴും ദൃഢനിശ്ചയത്തോടെ ഉണ്ടാകേണ്ടത്. അതിന് നമ്മൾ മുമ്പേ പാടിയതുപോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, ലാക്കിലേക്ക് ഓടുന്നു, വിരുതുന്നു താനൻ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മുടെ ഓട്ടം ഓടി വഴിയിൽ നിന്നു പോകാതെ അങ്ങ് വരെ ഓടാൻ ദൈവം കൃപ നൽകും. ദൈവം നമ്മൾ അതിനെ സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധാനത്തിലായിരിക്കാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇത് രണ്ടും കൂടെ കിടന്നോട്ടെ. നിങ്ങൾ ഇപ്പം അങ്ങോട്ട് നോക്കണ്ടേ, ഞാനിപ്പോൾ കുറെ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് അതിൻ്റെ മുഖപുര ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് 2 വേദഭാഗം ആദ്യം ഒന്ന് വായിക്കണം, അതിനുശേഷം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ആദ്യമായി പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിച്ചതിന് ശേഷം ആ ആ ആ യെസ് ആ ആ ആ ആ അടുത്തത് 8-ാം വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. അടുത്തത് ആ മതി. 9 വരെയുള്ള ഒരു പാരഗ്രാഫ് വായിച്ചു. ആ 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? യഹോവ ആരോടാണ്? മോശയോട് സംസാരിക്കുന്ന രംഗം. അപ്പൊ ഈ കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞെന്നുള്ളത് മനസ്സിലായി. ആരോടാണ് പറഞ്ഞത്? മോശയോട്. ഇനി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23, 24, 25 വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം. കാണാതെ അറിയുന്ന വാക്യങ്ങൾ എനിക്കറിയാം. വിശ്വാസത്താൽ, യെസ് റൈറ്റ്. ആ കണ്ടു. ആ ആ ആ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രന്റെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ഈ നല്ല വചനത്തിനായി കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. നമ്മള് ഈ വാക്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. ഞാൻ വളരെ സ്ലോവിലേ പോകൂ, ഒട്ടും ധൃതി വെച്ച് പോകയില്ല. കുറച്ചേ പഠിച്ചുള്ളെങ്കിലും അത് വളരെ വ്യക്തമായി മനസ്സിൽ പതിയത്തക്ക നിലയിൽ വളരെ സ്ലോവിൽ ഞാൻ പോകൂ. ഏതെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രം, അല്ലാത്ത കാര്യം ഇപ്പോൾ ചോദിക്കരുത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാൻ ശ്രമിച്ചു. പുറപ്പാട് 25-ന്റെ 1-ൽ മോശയോട് ദൈവം സംസാരിക്കുന്നു. അപ്പോൾ മോശയോടാണ് സംസാരിച്ചത് നമുക്ക് മനസ്സിലായി. 2-ാമത്തെ ഭാഗം, അപ്പോൾ ഈ ദൈവശബ്ദം കേട്ട മോശ ആരാണ് എന്നൊന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിനാണ് നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ടത്. നമ്മൾ ഈ മോശയുടെ കൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം മോശയുടെ ജനനം നടന്ന സ്ഥലം, വളർന്ന സ്ഥലം ഒക്കെ എവിടാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ് മോശ ജനിക്കുന്നത്? ഇവർ ഈ സമയത്ത് എവിടാണ്? മിസ്രൈമിലാണ്. ക്ലിയർ ആണല്ലോ? മോശയുടെ അമ്മയും അപ്പനും ഒക്കെ എവിടാണ്? മിസ്രൈമിൽ. മൊത്തത്തിൽ പറഞ്ഞ ഇസ്രായേൽ മക്കൾ എവിടെയാണിപ്പോൾ? മിസ്രൈമിൽ അടിമകളായി പാർക്കുന്ന 400 അല്ലെങ്കിൽ 430 എത്രയായിക്കോട്ടെ, വർഷക്കണക്ക് നോക്ക്, നമ്മൾ കൺഫ്യൂഷൻ ഒന്നും പോകണ്ട. പൊതുവെ നമ്മൾ 400 വർഷമെന്നോ 430 വർഷമെന്നോ ഒക്കെ പറയാറുണ്ട്. അതങ്ങ് തന്നെ നിന്നോട്ടെ. അടിമകളായി അവിടെ പാർക്കുമ്പോഴാണ് ആര് ജനിക്കുന്നത്? മോശ ജനിക്കുന്ന സ്ഥലം ഏതാണ്? മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ.
ഏത് സ്ഥലമാണ്? മിസ്രൈം അഥവാ ഈജിപ്റ്റ്. മോശ ജനിച്ചത് അവിടെ വെച്ചാണല്ലോ. ഓക്കെ, അവിടെ വെച്ച് ജനിച്ച ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞു, ശിശു സുന്ദരനെന്ന് അമ്മയമ്മ കണ്ടു. ശിശു അസാധാരണത്വമുള്ളവനെന്നാണ് ശരിയായ രീതിയിൽ. ഓക്കെ, നമുക്ക് നോക്കാം. മോശയുടെ ജനം നടന്ന സ്ഥലം മിസ്രൈമാണ്. നിങ്ങൾക്കിതറിയാം. ഞാൻ ഒന്നുകൂടെ അകത്ത് പതിപ്പിക്കാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്നെ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത് ചോദിക്കരുത്. മിസ്രൈമിൽ വെച്ചാണ് മോശയുടെ ജനനം നടക്കുന്നത്. അപ്പോൾ അതിനകത്തു എന്തോ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ആ മിസ്രൈമിനെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. മിസ്രൈം എന്ന് പറഞ്ഞ് നമുക്കറിയാം ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് ഇങ്ങേ അറ്റത്തൊരു മൂലയിലുള്ള ഒരു ചെറിയ രാജ്യമാണ് അത് മിസ്രൈം അഥവാ ഈജിപ്റ്റ്. ഈ മിസ്രൈമിന്റെ പ്രത്യേകത, ആ രാജ്യത്തിന്റെ 96% ദേശവും പൂർണ്ണമായും മരുഭൂമിയാണ്. എത്ര ശതമാനം? 96% സ്ഥലവും മരുഭൂമിയാണ്. പൂർണ്ണമായും ഡെസേർട്ട്. വിൽഡർനെസ് അല്ല, ഡെസേർട്ടാ. വിൽഡർനെസിന്റെ പ്രത്യേകത അവിടെ കുറ്റിച്ചെടികളും പുല്ലുകളും ഒക്കെ കാണും. മരുഭൂമി ആയിരിക്കുമ്പോൾ തന്നെ മരുഭൂമിയിൽ വളർന്ന ഒരുതരം കുറ്റിച്ചെടികളൊക്കെ അങ്ങനെയുള്ള പ്രദേശത്താണ് വിൽഡർനെസ് എന്ന് പറയുന്നത്. അവിടാണ് ആരെ മേയിച്ചുകൊണ്ട് മോശ പോയത്. അല്ലെ, മരുഭൂമിയിൽ ആട് മേയിച്ചാൽ മരുഭൂമിയിൽ മണ്ണെല്ലാം കൂടെ ആട് തിന്നുക എന്നാണോ? അല്ലല്ലോ. ആടിനെ മേയിച്ചുകൊണ്ട് മരുഭൂമി കൊണ്ട് നമ്മൾ ഞാൻ മരുഭൂമി മണ്ണ് തിന്നുന്ന ആടും കാണുമല്ലേ. ചിലതിനെ കണ്ട് അങ്ങനെ തോന്നുകയും ചെയ്യും. പോട്ടെ, ഞാൻ അങ്ങനെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അപ്പോൾ അതല്ല, 100% സഹാറ മരുഭൂമി പോലെ കിടക്കുന്ന 96%. ബാക്കി 4% കൃഷിയോഗ്യമായിരിക്കുന്ന സ്ഥലമുള്ളൂ. അത്രയും ക്ലിയർ ആയോ? അതിന് കാരണമുണ്ട്. അതിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ബാക്കി 4% കൃഷിയോഗ്യമായിട്ടും ഉള്ള സ്ഥലമായിട്ടുള്ളൂ. അതിൻ്റെ ഒരു കാരണം, മിസ്രൈമിൽ മഴ അങ്ങനെ സർവ്വസാധാരണമായി പെയ്യാറില്ല. ചില സംവത്സരങ്ങളിൽ മഴയേ ഉണ്ടാകാറില്ല. അഥവാ മഴ പെയ്താൽ നമ്മുടെ നാട്ടിൽ 1-2 ദിവസം പെയ്യുന്ന മഴയാണ് അവിടെ ഒരു സീസണിൽ കിട്ടുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിൽ വേണേ. ഇസ്രാമക്കൾ വെള്ളം കുടിക്കാൻ വിഷമിച്ച കാര്യമൊക്കെ പാറ തുറന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. സാഹചര്യം മനസ്സിലാക്കാനാണ് ഞാനിതെല്ലാം പറഞ്ഞു വരുന്നേ. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു സീസണിൽ ചിലപ്പോൾ മഴയെ കാണില്ല. അഥവാ പെയ്താൽ തന്നെ നമുക്കിവിടെ ആണെങ്കിൽ എന്റെ ദൈവമേ എന്തോരു മഴയാ തന്നെയാ പറയുന്നത്. ഇപ്പൊ ഉച്ച കഴിയുമ്പോൾ പറഞ്ഞു എന്തൊരു ചൂടാ. രാവിലെ പെയ്തോട് ഉച്ച. ഇത് കാരണം നമുക്കിത് രണ്ടും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ പെയ്യുന്ന 1-2 അല്ല 3 ദിവസത്തെ മഴ അവിടെ ഒരു സീസണിൽ അവിടെ കിട്ടൂ. അപ്പം നിങ്ങൾക്കൊരു സംശയം, അപ്പം പിന്നെ അവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിസ്രൈം, ഈജിപ്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഒരു നദിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നദി ഉള്ളത് കൊണ്ടാണ് ഈജിപ്റ്റ്, മിസ്രൈം നിലനിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ആ നദിയുടെ പേരാണ് നൈൽ അഥവാ നീല നദി എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. അത്ര നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണേ. മനസ്സിലായല്ലോ? പൊതുവെ മഴയില്ല. അഥവാ പെയ്ത 2-3 ദിവസം ഇവിടെ പെയ്യുന്ന മഴയാണ് ഒരു സീസണിൽ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ മിസ്രൈമിനെ, ഈജിപ്തിനെ എല്ലാ നിലയിലും സമ്പുഷ്ടമാക്കുന്ന ഈജിപ്തിന്റെ ജീവനാഡി, ദ വെയിൻ ഓഫ് ഈജിപ്റ്റ് എന്നാണ് നൈലിനെ വിളിക്കുന്നത്. നീല നദി, നൈൽ നദിയാണ് പിന്നെ ഈ ഈജിപ്തിനെ സമ്പന്നമാക്കുന്ന. അപ്പോൾ ഈജിപ്റ്റ്, മിസ്രൈം പൂർണ്ണമായും എന്തിനും ഏതിനും ആശ്രയിക്കുന്ന ഒരു നദിയാണ് ഏത്? നൈൽ നദി അഥവാ നീല നദി എന്ന പുസ്തകത്തിൽ പറയുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ അഥവാ നീല നദി. അതുകൊണ്ട് തന്നെ നൈലിനെ, ഈ ഈജിപ്തിനെ എല്ലാ നിലയിലും സമ്പുഷ്ടമാക്കുന്നത് കൊണ്ട് തന്നെ നൈലിനെ ഈജിപ്തിന്റെ ദൈവം എന്ന് വിളിച്ചിരുന്നു. ഇത്ര നിങ്ങൾ മറക്കരുത്. നമ്മൾ ചാടിക്കറി ഇസ്ലാമക്കളും ഇസ്ലാമിൽ നിന്ന് പോകുന്നു, പെട്ടകം പണിത് തീ പൊങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ഇതെല്ലാം മനസ്സിലിരുന്നെങ്കിലേ പിന്നീട് വരുന്ന ഓരോ കാര്യം പറയുമ്പോൾ ഇതായിരുന്നല്ലോ ഇതിന്റെ പിന്നിലെ കാരണം എന്ന് പിടികിട്ടും. അതിനാ അത്രയും വിശദമാക്കി ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ അത്രയും? അപ്പോൾ ഈ നൈൽ
ദേവനായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മിസ്രൈമിന്റെ ജീവനാഡി നൈൽ നദിയിൽ വെള്ളം വറ്റിയാൽ മിസ്രൈം എന്നൊരു രാജ്യം പിന്നെ ഇല്ല. നമ്മുടെ ഈ മസ്തിഷ്കം മുതൽ ഇങ്ങി താഴോട്ട് പോകുന്ന ഒരു നാഡിയുണ്ടല്ലോ, സുഷുമ്ന നാഡി, അതിന് കേടുപറ്റിയ പിന്നെ നമ്മളുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവനാഡിക്കാണല്ലോ ഈ സുഷുമ്ന നാഡി ഇങ്ങനെ പോകുന്നത്. അതേ രീതിയിൽ മിസ്രൈമിന്റെ ജീവനാഡിയായിട്ടാണ് എന്തിനെ കാണുന്നത്? നൈൽ നദിയെ. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ നാടിക്കൊരു കേട് പറ്റിയാൽ നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ ഒക്കത്തില്ല. ഒരു വ്യക്തി, ഇപ്പൊ ഒരു സഹോദരന്റെ കാര്യം പറഞ്ഞില്ലേ, കിടന്ന കിടപ്പിലാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ ആയി പോവും മിസ്രൈമും നൈലിന് എന്തെങ്കിലും പറ്റിയാൽ. അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു പേരിൽ ഈജിപ്തിനെ വിളിച്ചു നൈലിന്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ അഥവാ നൈൽ റിവർ എന്നാണ് ഈജിപ്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തിന്റെ ജീവനാഡിയാണ് നൈൽ നദി. നൈൽ നദി ദാനമായി കൊടുത്താണ് ഈജിപ്റ്റ്. അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നത്. നിങ്ങൾക്കപ്പോൾ അവിടുത്തെ ജനത്തിനും ഈ നൈൽ നദിക്കും തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ? എത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളത് അത് മറക്കരുത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് ഇത് നമുക്ക് ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്, വിട്ടുകളയരുത്. മാത്രമല്ല, ഈ നൈലിന്റെ മറ്റൊരു പ്രത്യേകത, നൈലിൻ്റെത് മാത്രമല്ല, നൈൽ ദേവനായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ദൈവത്തെ അവർ ഏറ്റവും വലുതായി കണ്ടിരുന്നു. അതാരെന്നറിയാമോ? സൂര്യൻ. അതിനെ മിസ്രൈമിലെ ആളുകൾ വിളിച്ചിരുന്നത്, ആ ദൈവത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, റേ എന്ന. റേ, തൈമൾ സാറിന്റെ പുസ്തകത്തിനകത്തൊക്കെ അത് കാണും. റേ, അതിനകത്തുനിന്നാണ് ഈ എക്സ് റേ എന്നൊക്കെ ഉള്ള പേര് വന്നത് അല്ലേ? ഉണ്ട്, വായിച്ചുണ്ടാക്കണം. സ്തോത്രം. എക്സ് റേ എന്നൊക്കെയുള്ള പേര് വന്നില്ലേ? ഈജിപ്തിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് ദേവദാസൻ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ മൊബൈൽ എടുത്ത് ഗൂഗിളിനകത്ത് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നോക്കി. ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിശദമാക്കി കൊടുത്തിട്ടുണ്ട്. പോട്ടെ, കാരണം ടെക്നോളജി വർദ്ധിക്കുന്നുണ്ട്, പഠനവും വർദ്ധിക്കുമല്ലോ. നമ്മൾ വിളിച്ചു പറഞ്ഞ കാര്യത്തിന് അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ ഒന്നുകൂടെ ഞാൻ നോക്കി ഉറപ്പാക്കിയിട്ടതെല്ലാം പറയുന്നത്. മാത്രവുമല്ല, ഇനി പറഞ്ഞ കാര്യം കുറെ കൂടെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. ഈ ദൈവങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഏകദേശം 3000-ഓളം 2900-ലധികം മറ്റ് ദൈവങ്ങളും മിസ്രൈമിൽ ഉണ്ടായിരുന്നു. എത്ര ദൈവങ്ങളാ? 3000-ഓളം വെച്ചു. ഞാൻ റൗണ്ട് ഫിഗർ ചെയ്ത് 3000 എന്നൊക്കെ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ മലകൾ, പുഴകൾ, കുന്നുകൾ, ജന്തുക്കൾ, പ്രാണികൾ ഒക്കെ ദൈവമായി കരുതിയിരുന്ന ഒരു നാടാണേത്? മിസ്രൈം. ഞാൻ ഇപ്പൊ പറഞ്ഞത് നിനക്ക് വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയിലും ഉണ്ട്. 10 ബാധ വന്ന ഐറ്റംസ് ഏതൊക്കെയാന്ന് ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം വന്നതിന്റെ കാര്യം പിടികിട്ടിയോ? ഇതെല്ലാം അവിടുത്തെ ദൈവമാ. അതിനെ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞത്, പ്രാണികളെയും ഒക്കെ ദൈവമായി കാണുന്ന ഒരു നാട്. ഞാൻ പെട്ടെന്ന് പറയാം. ഈ 3000-ഓളം ദൈവങ്ങളുള്ള സ്ഥലത്താ മോശ ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ ആൾക്കാരെ വിടണമെന്ന് പറഞ്ഞപ്പോ അതേ ദൈവമാണെന്ന് ചോദിച്ചതിന്റെ കാരണം പിടികിട്ടിയോ? ഇങ്ങനത്തെ ഒരുപാട് സംഗതി കിടപ്പുണ്ട്. അത് ഞാൻ വഴിയേ പറയാം, നിങ്ങൾക്കൊന്ന് ഉത്സാഹിപ്പിക്കാൻ ഞാൻ കയറി പറഞ്ഞെന്നുള്ളൂ. ഈ 10,000 ദൈവങ്ങളുള്ള നാട്ടിൽ ചെന്നെ ചാണ്ട വേറൊരുത്തൻ വേറൊരു ദൈവത്തെയും കൊണ്ടുവരും. അതാരാടാ? ഞങ്ങളറിയാത്ത വേറൊരു ദൈവം. അതാ മോശ ചോദിച്ച, അല്ല അവിടെ ചെന്നേച്ച് ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ആരാ എന്തെന്ന് ചോദിച്ചാൽ, ഏത് ദൈവം പറഞ്ഞിട്ടാ നീ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടെന്നൊക്കെ മോശ ചോദിച്ചില്ലേ? അപ്പൊ പറഞ്ഞു, അവിടെ ചെന്ന് ഏത് ദൈവം ആരാ വിട്ടെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരൊക്കെ ഞാനാകുന്നവൻ ഞാനാന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ കൊടുത്തോളാം എന്നാ പറഞ്ഞ. മനസ്സിലായോ? ഞാൻ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ഞാൻ പുറകോട്ട് ഇറങ്ങി പറഞ്ഞു വരുന്നത്. അല്ലാതെ ഇപ്പം 100 മുഴം നീളം 50 മുഴം വീതി 5 മുഴം ഉയരത്തിൽ 60 തൂണെന്നും പറഞ്ഞ് ഞാനത് തുടങ്ങിയാൽ മതി. ആ തൂണും കൊടുത്ത് അവിടെ നിൽക്കട്ടെ. തൂണിൻ്റെലിക്കൊന്നും പോയില്ലേലും ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് തൂണിൻ്റെലിക്കോട്ട് പോകാം. ഏതായാലും തൂണുണ്ടാക്കി അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. സ്തോത്രം. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ഇത്രയധികം ദൈവങ്ങളുള്ള ഒരു നാട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണേ. നമുക്കിതെല്ലാം, നൈലും വേണം, ഈ ദൈവങ്ങളും വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂടാരത്തിലോട്ട് ക്ലിയർ ആയിട്ട് ചെന്ന് കയറാൻ പറ്റും. അതിനെ ഞാൻ ഇത്രയെല്ലാം ഈ വളഞ്ഞെട്ടി പറഞ്ഞു വരുന്നത്. അത്ര നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എബ്രായ ലേഖനം വായിച്ചപ്പോൾ മോശയോട് പറയുകയാണേ,
ഈ മോശയോട് ഒരു കാര്യം എടുത്തെടുത്ത് പറയുക, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്നെണ്ണി എന്നൊക്കെ പറഞ്ഞ് ഇപ്പുറത്ത് മോശയോട് സംസാരിച്ച ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കെ തന്നെ നമുക്കിനി ഈ മിസ്രൈമിന്റെ പുറകെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാ. മോശയെക്കുറിച്ചൊന്ന് അറിയണം. അതിനു മുമ്പ് മിസ്രൈമിൽ ഇവിടെ നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് പറയാമേ. മിസ്രൈമിലെ ഒരു സിസ്റ്റം ഒന്ന് അറിഞ്ഞ് നല്ലതാ. ഞാൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചാടിക്കേറി പറയുന്നത്. അവിടുത്തെ വേറൊരു പ്രത്യേകത, ഒരാൾ മരിച്ചാൽ ആളെ അടക്കം ചെയ്യണ്ടേ? വേണം, അല്ലാതെ നോക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരാൾ ജീവിച്ചിരിക്കുന്നതിന്റെ 4 ഇരട്ടി ചെലവാണ് ഒരാൾ മരിച്ചാൽ. നമ്മളിപ്പം കല്യാണത്തിന് പോകാൻ ഇന്ന ദിവസം കല്യാണം എന്ന് പറഞ്ഞാൽ നേരത്തെ ചുരിദാറും ഒക്കെ മേടിച്ച് ബ്ലൗസും ഒക്കെ തയ്ച്ച് നമ്മുടെ ചുരിദാർ പറ്റുന്നില്ലെങ്കിൽ ഓമനാൻ്റെ ചുരിദാർ മേടിച്ചുകൊണ്ട് വന്നൊക്കെ തേച്ച് പശയൊക്കെ തേച്ച് മുക്കി വെക്കുകയല്ലേ. അത്ര ഒരുക്കമാണ് കല്യാണത്തിന് പോകാൻ. അതിനേക്കാൾ ഒരുക്കമാണ് ഒരാൾ മരിച്ചാൽ. ശ്രദ്ധിക്കണേ, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ആളിനെ അടക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അങ്ങനെ അടക്കം ചെയ്യുന്ന വെച്ചാൽ ഒരാൾ അടക്കുന്നത് എങ്ങനെ നമുക്ക് അറിയത്തില്ല അല്ലേ? അങ്ങനല്ല. ഞാൻ ഒരിക്കലും ഒരു അടക്കം കണ്ടു. ഞാൻ ഇതുപോലെ കുഴിക്കാൻ നിൽക്കുക. ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞ് പരിചയമുള്ളവരെ പിടിക്കാവുള്ളൂ. പിന്നെ നോക്കെ നല്ല ആരോഗ്യമുള്ള 3 പിടിക്കാനായിട്ട് വന്നു. ബോഡി എടുത്ത് കുഴിലോട്ട് അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങനെ തിരക്കെ പിടിച്ചു അവിടെ പിടിച്ചോണ്ട് നിന്ന് മറ്റൊരങ്ങ് ഇതാക്കുകയും ചെയ്തു. പെട്ടി ഒരു പോക്ക് അങ്ങോട്ട് പോട്ടെ. ഞാൻ കണ്ടോട് നിൽക്കുന്നു. പെട്ടിക്കകത്തുനിന്ന് ബോഡി തെറിച്ച് ചെന്ന് ഇങ്ങേ ഭിത്തി ചെന്ന് മൂക്കും മുഖം ഇടിച്ചിട്ട് താഴെ ചെന്ന് ചുരുണ്ട് കൂടിയിരിപ്പുണ്ട്. ആളാരാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അല്പം അറിയപ്പെടുന്ന ആൾ, അതുകൊണ്ട് അത്ര വിഷമത്തോടെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാലും അടക്കാന്നുള്ളതല്ല സ്തോത്രം. അത് പിന്നെ ഞാനും അവിടുത്തെ സെൻട്രൽ പാസം വരെ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയും എല്ലാത്തിനും മാറ്റി അവിടെ എല്ലാം പോകാൻ പറഞ്ഞു. അവിടെ നിന്നൊരു പയ്യൻ, അവൻ പെട്ടെന്ന് കുഴിക്കകത്ത് ഇറങ്ങി. ഇവൻ ഒറ്റയ്ക്ക് ആ കുഴിക്കകത്ത് ഈ ബോഡി എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിധത്തിൻ്റെ അടുത്ത് നേരെ കിടത്തി. പെട്ടിക്കകത്ത് വെച്ചിട്ട് അടക്കാൻ പറ്റുകയില്ല. എന്തോ എന്നറിയാമോ? കിടത്തുന്ന പെട്ടി ആ ബോഡിക്ക് മേളിൽ വെച്ചിട്ട് അടപ്പും അതിന് മേളിൽ വെച്ചേച്ച് ലാഭം വലിച്ചിട്ട് ആശീർവാദം പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു. വേറെ ഒന്നും ചെയ്യാനൊക്കെ. സ്തോത്രം. അപ്പൊ എങ്ങനെങ്കിലും അടക്കുക എന്നുള്ളതല്ല. ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ വ്യക്തി കിടക്കുന്ന കട്ടിലില്ലേ, കുഴിയെടുത്ത് അടക്കുകയല്ല, ആ കട്ടിലിന് ചുറ്റുമായി കല്ലറ മേളിലോട്ട് കിട്ടുക. കട്ടിലെടുത്ത് മാറ്റുന്നില്ല, കട്ടിലോട് കൂടി തന്നെ ചുറ്റും കല്ലറ മേളിലോട്ട് കെട്ടിപ്പോക്കും. ഈ വരുന്നവർ ഒരു കാര്യം ചെയ്യണം, വെറും കൈയായിട്ട് വരരുത്. ഇപ്പം നമ്മൾ ഒരാൾ മരിച്ചാൽ കാണാൻ പോകുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എന്തിനു വന്നതാന്ന് ഇവിടെ കിടക്കാൻ എന്തിനു ഇങ്ങോട്ട് നോക്കുക പോലുമില്ല. ഇങ്ങനെ ഉമ്പിക്കോണ്ടാ നിൽക്കുന്നത്. മുമ്പിൽ നിൽക്കുന്ന ആള് പോന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എന്നാ കാണണ്ടേ? അത് ചെയ്യുകയല്ല. ബോഡി ഇവിടെ കിടക്കുന്നു. അങ്ങനെ ഞാൻ തമാശല്ല. മുമ്പ് നിൽക്കുന്ന ആളെന്ന് പൊക്കോ കാണാനാണ്, അതുമല്ല. എന്നുവെച്ചാൽ ഇപ്പുറത്തേക്കുന്ന ആളിനെ കൈയും കാണിച്ചു വിലിപ്പോച്ചാൻ ഇവിടെ കിടപ്പുണ്ട്. പുള്ളിയുടെ മുഖത്തോട് നോക്കിയില്ല. നമുക്ക് പിന്നെ കാണാന്ന് ഇത് കഴിഞ്ഞിട്ട് അത് പറയാനായി ഉന്തി തള്ളി കയറി വന്ന. അപ്പൊ അങ്ങനല്ല. ഈ വരുന്നവർക്ക് ഇങ്ങനെ വരാൻ നോക്കിയല്ല. വരുന്നവർ ചെയ്യേണ്ട കാര്യമുണ്ട്. 1, സ്വർണമാല, വെള്ളിക്കരണ്ടികൾ, പളുങ്കുപോലത്തെ വസ്ത്രങ്ങൾ, ഇതെല്ലാം കൊണ്ടും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഉണങ്ങിയ പഴവർഗ്ഗങ്ങളും കൊണ്ടുവരണം. കല്യാണത്തിന് പോകുന്നതാണ് എളുപ്പം, അടക്കത്തിന് പോകുന്നതാണ് എളുപ്പം? പറ. കല്യാണത്തിനായി നമ്മൾ പറയേ വേണ്ടല്ലോ. അത് ദൈവദാസൻ മിക്കപ്പോഴും പറയാവുള്ളൂ. ഞാനും കേൾക്കാറുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അയ്യോ, എന്തോ ഒരു ആവേശമല്ലേ. സ്തോത്രം. എപ്പോഴാ കല്യാണം? അത് അവർക്ക് നേരത്തെ നിർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃത്യം 10:30 തന്നെ തുടങ്ങി 12:45 ആശീർവാദം പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞു. കല്യാണം അവിടെ നടക്കുന്നേ ഉള്ളൂ. 9:30 ആയപ്പോഴേ ഇവിടെ വന്ന് ഓട്ടോത്തിന് ഷട്ടറെ പിടിച്ചോണ്ട് നിൽക്കുക. അത്ര ആവേശമാണ്. പോട്ടെ, ഞാൻ കുറ്റം പറഞ്ഞിട്ടല്ല. ഈ മരിച്ചൊരു വ്യക്തിയെ കാണാൻ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലാൻ പറ്റുകയില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരാൾ ജീവിച്ചിരിക്കുന്നതിന്റെ 4 ഇരട്ടി ചെലവാണ് ഒരാൾ മരിച്ചാൽ. സ്വർണ്ണമാലയും കൊണ്ട് അടക്കം കാണാൻ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വീട്ടിൽ പോവും? പോവോ? നല്ല കളിയായി. പക്ഷെ ഇവിടെ അത് ചെയ്തേ പറ്റുള്ളൂ.
കാണാൻ വരുന്നവർ സ്വർണ്ണ നാണയങ്ങള്, സ്വർണ്ണമാലകൾ, വെള്ളിക്കരണ്ടി, ഇതെല്ലാം ഈ പഴവർഗ്ഗം കിട്ടു കൊടുക്കുകയല്ലേ. പുള്ളി പിന്നെ സാലഡാക്കി സമയം കിട്ടുമ്പം കഴിച്ചോളൂ. അതിനായി സ്പൂണ് സഹിതം വെക്കുന്നേ, അല്ല ചുമ്മാ ഇടുന്ന അല്ല. പുള്ളിക്ക് ഈ തുരുമ്പിച്ച സ്പൂണൊന്നും പോരാ. പുള്ളിയുടെ പിന്നെ മരിച്ചതായിട്ടൊന്നും ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് ഈജിപ്തുകാരുടെ വേറെ പ്രശ്നം. ഞാനത് രാജാവിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കി തരാം. അപ്പോ ഇതെല്ലാം അർപ്പിച്ചാണ് അവിടെ തന്നെ കട്ടിലിന് ചുറ്റുമായി കല്ലറ മേലോട്ട് കെട്ടി. എന്ന് പറഞ്ഞാൽ ആള് വീട് വിട്ടു പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലാകുന്നുണ്ടോ? അതൊരു കണക്കിന് നല്ലതുവാ. നമ്മൾ ചെയ്യുമോ? അത് നല്ല കളിയായി. ഇങ്ങനെല്ലാം നമ്മൾ ആശ്വാസമേന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ആംബുലൻസ് എപ്പോഴാണ് വരുന്നതെന്ന്. അങ്ങനല്ലേ നമ്മളൊക്കെ ഉള്ളൊരു മറന്നു നടന്നത്. അതോ ആ പാട്ട് പാടുന്ന കേട്ടാൽ പെറ്റതള്ളയും കൂടെ പുറമെ സഹിക്കുകയല്ല. അങ്ങനെ ആ പാട്ട് പാടുകയും ചെയ്യുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആ പാട്ട് ജീവനോടെ പ്രത്യാശയോടെ പാടി കേട്ടിട്ടുണ്ടോ? ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. ആ പാട്ടിനെ നടുവ് ഓടിച്ച് സൈഡിലും കൊണ്ട് ഒരച്ച് പ്രാകൃതമാക്കി ആ പാട്ട് നിർത്തും. പ്രത്യാശയോടൊന്നും പാടാറില്ല. അതാ പറഞ്ഞ പാടുന്നതിനിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും, ആംബുലൻസ് വന്നെങ്കിൽ പാട്ട് നിർത്തി ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്താ. ശരിയല്ലേ? ഇവരുടെ രീതി അങ്ങനല്ല. ആ മരിച്ചയാള് അവരുടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് അവിടെ തന്നെ കല്ലറ പണിത് ഉറപ്പിക്കുന്നത്. എന്നാൽ രാജാവ് മരിച്ചാൽ അങ്ങനല്ല. നമുക്കിത് ആവശ്യമുണ്ടേ. ഞാൻ മിസ്രൈം നിക്ഷേപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. രാജാവ് മരിച്ചാലോ, രാജാവിന്റെ പേരെന്താ? ഫറവോ. ഉണ്ടോ? ഒരാളുടെ പേരല്ല, സ്ഥാനപ്പേരാണ്. നമ്മൾ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ കയർന്നാരാണെന്നാണോ അതിനർത്ഥം? അദ്ദേഹം വഹിച്ച പദവിയാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞ പോലെ ഫറവോ, ആളിന്റെ പേര് പലതായിരിക്കും. ഫറവോമാർ മരിച്ചാൽ അടക്കം ചെയ്ത് നോക്കണം. ഏറ്റവും വലിയ രസം, ഇതൊരു രാജാവല്ലേ, അപ്പൊ ആ രാജകീയമായ അടക്കം കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന കല്ലറ ചെറിയ കല്ലറയൊന്നും അല്ല. നമ്മുടെയൊക്കെ ചാവക്കോട്ടയം കല്ലറ എന്തുമാത്രം സ്ഥലം കാണും? 5 സെന്റോ 10 സെന്റോ അത്രയല്ലേ ഉള്ളൂ. ഒരു സെല്ലൊക്കെ മാത്രം അങ്ങനെയൊക്കെ കാണുമോ? നമുക്ക് അങ്ങനെയാ. പക്ഷെ ഇവിടെ ഈ രാജാവിന്റെ ഒരു പ്രശ്നം എന്നറിയോ? പുള്ളിക്കാരൻ താമസിക്കുന്ന അല്ലെങ്കിൽ അടക്കം ജനിക്കുന്ന ആ സ്ഥലം 14 ഏക്കറാണ്. ഒരു രാജാവിനെ അടക്കുന്ന സ്ഥലമേ 14 ഏക്കർ. 14 സെന്റ് അല്ല, ഏക്കർ. 450 അടി ഹൈറ്റ് സ്തൂപമായിട്ട് പണിയുക. നമ്മൾ അതിനൊരു പേര് പറയല്ലോ, എന്താ? പിരമിഡ്. കണ്ടോ? അങ്ങനത്തെ 140-ലധികം ഇപ്പോഴും ഉണ്ട്. ലോകാത്ഭുതങ്ങളിലൊന്നും അതാണല്ലോ. ഈ മോശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പിരമിഡ് ഇംഗ്ലണ്ടിലെയോ ബ്രിട്ടനിലെയോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ ഏതെങ്കിലും സയന്റിസ്റ്റുകൾ ഇന്ന് വരെ അങ്ങനെ ഒരു പിരമിഡ് പണിതിട്ടുണ്ടോ? ശാലം പുളിക്കും. ചൊവ്വായി വരെ ചെന്നിറങ്ങി, പക്ഷെ പിരമിഡിന്റെ പണി അങ്ങനെ ഇന്ന് പിടികിട്ടിട്ടില്ല. ശരിയല്ലേ? പിന്നെ ശുഭാംശുവോ ആരാണ്ട് നമ്മുടെ ഇന്ത്യക്കാരൻ ഒരുത്തൻ കഴിഞ്ഞ ദിവസം പോയല്ലോ, ഇല്ലേ? ആ ടെക്നിക്ക് വരെ ഇന്നും മനുഷ്യൻ പഠിച്ചു. പക്ഷെ പിരമിഡ് പണിയുന്ന ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഒരെണ്ണത്തിന് ഇന്നും അറിയത്തില്ല. മിസ്രൈമിലെ സകല ജ്ഞാനവും മോശ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി വരെ മോശ പഠിച്ചെന്നാ. അല്ല അടിയും തടയാൻ പഠിച്ചെന്നല്ല. മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ചു എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ഒത്തനെ കൊല്ലാനുള്ള മർമ്മം പഠിച്ചെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അത് പഠിച്ചിട്ടുണ്ടാകും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെ പിന്നെ ഒറ്റയടിക്ക് ഒരാളെ തട്ടുകയല്ലോ. അല്ല, അന്നേ കാലത്ത് ഏറ്റവും ടോപ്പ് സ്കോളേഴ്സിന് കിട്ടിയ ജ്ഞാനം വരെ മോശയ്ക്ക് കിട്ടി. ഇതിന്റെ ടെക്നോളജി വരെ പഠിച്ചവനാണ് ആര്? മോശ. കണ്ടോ? അതാണ് മിസ്രൈമിലെ സകല ജ്ഞാനം അവൻ അഭ്യസിച്ചെന്ന് പറയാൻ കാരണം. സ്വോത്രം. ഞാൻ പലപ്പോഴും ആ കക്ഷി പോയ ഓട്ടമൊക്കെ എന്തായിരുന്നല്ലേ, ഇത്രയും സ്കോളറായുള്ള മനുഷ്യൻ. പോട്ടെ, നമ്മൾ അങ്ങോട്ട് വരാം. അപ്പോ ഫറവോയെ അടക്കുന്ന സ്ഥലം ഇത്ര ഏരിയ. ഫറവോ രാജാവ് മരിച്ചെന്നിരിക്കട്ടെ, ഉടനെ നമ്മളാണ് ഉടനെ ഫ്ലെക്സ് ഉണ്ടാക്കാൻ ഓടും. അവിടെ അതല്ലേ ചെയ്യുന്നത്, ഇല്ലേ? നമുക്കിപ്പോ ഫ്ലെക്സ് ഇല്ലാത്ത ഇടപാടില്ലല്ലോ.
ഇപ്പൊ നിങ്ങൾ ഈ ഫ്ലെക്സ് എല്ലാം സൂക്ഷിക്കണം. എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി, ഇപ്പം വിവാഹവാർഷികത്തിന് ഫ്ലെക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കാനായിരിക്കും, കയറിത്തില്ലെന്ന്. ബൊക്കെയൊന്നും മേടിച്ചുകൊണ്ട് പോകരുത്, വിവാഹവാർഷികമാണ് എന്താണെന്ന് അറിഞ്ഞേച്ച് ഫ്ലെക്സ് കണ്ടേച്ച് കയറി ചെല്ലാവും. സകല എണ്ണത്തിന് ഇപ്പം ഫ്ലെക്സും ഇടപാടേ ഉള്ളൂ. സ്വോത്രം. രാജാവ് മരിച്ചാൽ ഉടൻ ചെയ്യുന്ന കാര്യം മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. കുറെ നേരം ചങ്കടിക്കുന്നില്ല, ശ്വാസം വലിക്കുന്നില്ല, എന്നാ പോയെന്നോർത്ത് കുറേ ഇരുന്നുകൊണ്ട് പാട്ട് പാടരുത്. അവിടെ കൊട്ടാരം വൈദ്യന്മാര് വന്ന് ആൾ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. അവരെ നാടി പിടിച്ചു നോക്കി മരണം ഉറപ്പുവരുത്തും. അതാണ് ഒന്നാമതായി ചെയ്യുന്നത്. ഇനി അപ്പൊ അവര് പറയും ശരിയാണ്, രാജാവ് മരിച്ചു. മരിച്ചെന്നൊക്കെ പറയുമ്പോഴും അവർക്ക് പേടി അങ്ങനെ പറയാൻ. കാരണം അവിടെ രാജാവ് മരിച്ചെന്ന് അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. രാജാവ് കുറച്ച് വിശ്രമത്തിന് പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരും. അതാണ് അവരുടെ ചിന്ത. ഞാനത് പറയാം, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ മരിച്ചു കഴിഞ്ഞ ഉടൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊട്ടാരം വൈദ്യന്മാർ ചെന്നൊരു കാര്യം, പ്രത്യേക തരത്തിലുള്ള മുളം കമ്പുകൾ കൊണ്ടുവരും. അത് ഈ രണ്ട് മൂക്കിനകത്തൂടെയും കുത്തിക്കയറ്റും. അതെന്നാ പ്രാകൃതമായ പണിയെന്ന് നമ്മൾ ചിന്തിക്കും. അല്ലല്ല, ഇത് രണ്ടും അകത്തോട്ട് കടത്തി വിട്ടിട്ട് ഈ ബോഡി കമഴ്ത്തി കിടത്തും. എന്തിനാണെന്നറിയാമോ? തലച്ചോറും മറ്റു സാധനങ്ങളും പുറത്തേക്ക് എടുക്കാനുള്ള ടെക്നിക്കാണ്. അതിങ്ങനെ ഊറി പോക്കോളും, അകത്തുള്ളതെല്ലാം കളയും. അത് കഴിഞ്ഞിട്ട് ഉദരത്തിൽ പലത്തായി ഹോൾസ് ഉണ്ടാക്കും. അകത്തെ വസ്തുക്കൾ കേടുകൂടാതെ പുറത്തെടുക്കും. പുറത്തെടുത്തിട്ട് ഇളം വെയിലിലിട്ട് ഇത് ഉണക്കും. എന്നിട്ട് അതിനകത്ത് പച്ചമരുന്നുകളും ഒരുതരം കെമിക്കൽസും രാസവസ്തു കൂടെ ചേർത്താണ് ഇത് ഉണക്കുന്നത്. 40 ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം വീണ്ടും ഇതിനകത്ത് പെറുക്കി വെക്കും. ഈ സാധനം ഉണങ്ങാൻ തന്നെ 40 ദിവസം എടുക്കും. അല്ലാതെ മരിച്ചതിന്റെ പിറ്റേ ദിവസം 3 ദിവസം കഴിഞ്ഞ് ചൊറനെ കൊണ്ട് അങ്ങ് അടക്കുകയല്ല. അവർ പണി നോക്കണേ. ഫറവോ രാജാവാ. തലയ്ക്കകത്ത് എല്ലാം അതിനകത്തോടെ ഊറ്റിക്കളഞ്ഞ് എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്തു. ഉദരത്തിനകത്തെ അഴുക്കുകളെല്ലാം പുറത്തു കളഞ്ഞു. ഉപകരണങ്ങളൊക്കെ വീണ്ടും ഈ മരുന്നും പച്ചമരുന്നും ഒക്കെ ചേർത്ത് ഉണക്കി 40 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിനകത്ത് പ്രവേശിപ്പിച്ചിട്ട് വീണ്ടും മരുന്നുകളും പച്ചമരുന്ന് കൂട്ടുകളും ചേർത്തകത്ത് അത് ഫില്ല് ചെയ്യും. എന്നിട്ടാണ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി റെഡിയാക്കിയതിന് ശേഷം പ്രത്യേക തരത്തിലുള്ള ലിനൻ തുണി കൊണ്ട് ശരീരം മുഴുവനും പൊതിയും. അതിന് പറയുന്ന പേരാണ് മമ്മിഫിക്കേഷൻ. മനസ്സിലായോ? കേടുകൂടാതെ സൂക്ഷിക്കാൻ. എന്നിട്ട് അവിടെയും തീരുന്നില്ല. ഇങ്ങനെ ചുറ്റിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഒരു കൽപ്പെട്ടിക്കകത്തേക്ക് ഈ ശരീരം മാറ്റിവെക്കും. അതെന്തിനാ മാറ്റിവെക്കുന്നത്? അടുത്ത വേറെ പണിയുണ്ട്. രാജാവ് തന്നെ അവിടെ പോയിരുന്ന് വിശ്രമിച്ചാൽ ഒക്കത്തില്ല. അപ്പൊ രാജാവിന് സഹായികളായിട്ട് 2 പേര് വേണ്ടേ? ആരെവിടെയെന്ന് ചോദിച്ചാൽ ഓടി വരാൻ 2 പേര്. കാരണം രാജാവ് മരിച്ചെന്നവർ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? രാജാവിന് എപ്പോഴും സഹായികളായി നിന്ന വിശ്വസ്തരായ 2 പടയാളികളെ, ഊരോടെ ഇരിക്കുന്ന 2 പടയാളികളെ കൊല്ലും. രാജാവിന് സഹായിയായിട്ട് കൊട്ടാരത്തിൽ അവിടെ കിടക്കാൻ ചെയ്യുന്ന രീതി നോക്കണം. ഇസ്രായേൽ മക്കളെ വിടിവിച്ചുകൊണ്ട് പോകുന്ന ദേശം അപ്പൊ എന്താന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സ്തോത്രം. 2 പടയാളികളെ കൊല്ലുക മാത്രമല്ല, രാജാവ് അവിടെ എന്തെങ്കിലും രഹസ്യമൊക്കെ സംസാരിക്കണമെങ്കിൽ ഒക്കത്തില്ലോ. അപ്പൊ രാജ്ഞിയും കൂടെ വേണ്ടേ? അപ്പൊ രാജ്ഞിയേയും കൊല്ലും. ഒരു ഫറവോ ചത്താ വരുന്ന അപകടം ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ പണ്ട് വലിപ്പം പറഞ്ഞു, ഇവൻ ഒരു പോക്ക് പോയാൽ അങ്ങ് പോയാൽ പോരെ, മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപോലെ. ഇവൻ പോയാൽ ഇങ്ങ് പോയാൽ മതി, മറ്റവരുടെ കൂടെ തലവനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതാണ് സിസ്റ്റം. രാജ്ഞിക്ക് എതിർപ്പില്ല. രാജ്ഞിയും കൊല്ലും, 2 പട്ടാളക്കാരെയും കൊന്ന് അവരെയും കൂടെ ചേർത്താണ് ഈ കൽപ്പെട്ടിക്കകത്ത് കിടത്തുന്നത്. അതിനുശേഷമാണ് സ്വർണപ്പെട്ടി. രാജാവിന് അടക്കുന്ന പെട്ടി സ്വർണപ്പെട്ടിയാ. അല്ല, ഇവിടെ റബ്ബറിന്റെ പലക ഈട്ടിപ്പെട്ടി ആക്കിയിട്ട് മേടിച്ചോണ്ട് വരുമ്പോലല്ല. വട്ട. എന്തിനാ? സ്തോത്രം. മനസ്സിലായോ? സ്വർണപ്പെട്ടിക്കകത്തേക്ക് രാജാവിനെ അലങ്കരിച്ച് അങ്ങോട്ട് കിടത്തി കിരീടമൊക്കെ വെക്കും. ഹെൽമെറ്റ്. ഫറവോന്റെ ഹെൽമെറ്റ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ
നമ്മൾ വെക്കുന്ന ഹെൽമെറ്റ് വലിഞ്ഞ താഴെ വരെ എന്ന് പറഞ്ഞ ഒരു ആക്രമണം വന്നാൽ രാജാവിന്റെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് മുഖം ഉൾപ്പെടുന്ന ഒരു ഭാഗത്തും ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ മൊത്തം കവർ ചെയ്യുന്നതാണ് രാജാവിന്റെ ഹെൽമെറ്റ്. അതൊക്കെ അങ്ങോട്ട് ധരിപ്പിച്ച് പിന്നീട് വീണ്ടും അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ പഴവർഗ്ഗങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ പല പല ഡപ്പയ്ക്കകത്താക്കി വെച്ചാണ് അടച്ച് ഭദ്രമാക്കി വീണ്ടും സുഗന്ധതയിലൊക്കെ പൂശിയാണ് രാജാവിനെ കൊണ്ട് കിടത്തുന്നത്. ഈ പിരമിഡിനകത്തേക്ക് കയറാൻ ഇപ്പോഴും ചെന്നാൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്, പോയിട്ടുള്ളവരെ അധികം എനിക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈജിപ്തും ഒക്കെ കാണാൻ പോയിട്ടുള്ളവരൊക്കെ വായിച്ചറിഞ്ഞുള്ളതനുസരിച്ച് ഏതാണ്ട് $30 $40 എങ്ങാണ്ട് കൊടുത്താലേ അകത്ത് കയറാനായിട്ട് പെർമിഷൻ ഉള്ളൂ. അവിടെ ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്. ഇത്രയും ദൂരമൊക്കെ നടന്നു പോകുന്ന പറഞ്ഞാൽ ഒരുപെട്ടൊരു കുറച്ച് പോയി തിരിച്ചിഞ്ഞ് പോരും, പേടി അകത്ത് കയറാൻ. കാരണം 1ഉം 2ഉം മമ്മികളല്ല, പല രൂപത്തിൽ പല ഷേപ്പിൽ എത്രയോ മമ്മികൾ അതിനകത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഒരാളുടെ മരണത്തിൽ കൊടുക്കുന്ന എക്സ്പെൻസ് എന്തുമാത്രമാണെന്ന് ആലോചിക്കണം. നമുക്കിത് ആവശ്യമുണ്ടേ. ഫറവോന്റെ പുത്രിയായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ആർക്ക് കിട്ടിയേന്? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണി പിന്നീട് ഇത് വലിയ ധനമായില്ലോന്ന് പിന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അതൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഈ ഹോളിനകത്തൊന്നും പോകത്തില്ല. സ്തോത്രം. മോശയ്ക്ക് കിട്ടിയ അടക്കം നിങ്ങൾ ആലോചിച്ചാൽ. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ടൂറിസ്റ്റുകൾ പോകുമ്പോൾ എനിക്ക് ഈജിപ്തിലേക്ക് കയറിയ ഉടനെ തന്നെ അവിടുത്തെ പോലീസുകാർ ടൂറിസ്റ്റുകൾക്ക് ഗൈഡായിട്ട് ഈ പോലീസുകാർ തോക്കുമായിട്ട് കയറും. എന്തിനാണെന്നറിയാമോ? ഈ ടൂറിസ്റ്റായിട്ട് വരുന്ന വണ്ടികളൊക്കെ അവിടുത്തെ കാട്ടറബികളായിരിക്കുന്ന ആളുകൾ തടഞ്ഞു നിർത്തി പണവും വസ്തുവൊക്കെ അപഹരിക്കും. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഈ കാട്ടറബി ആരാന്നറിയാവോ? ഈ ഫറവന്മാരുടെ കൊച്ചുമക്കളാണ്. ഇതിനകത്ത് രാജകീയ രൂപത്തിൽ കടന്നവരുടെ തലമുറ ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വല്ലവനെയും കൊള്ളയടിക്കേണ്ട ഗതികേടി വന്നു. സ്തോത്രം. അന്നേരം ആ വാഗ്ദത്തം ഏറ്റെടുത്ത ദൈവജനത്തെ അക്കരെ നാട്ടിൽ കൊണ്ടുവന്ന് മരുഭൂമിയായി കടന്ന ദേശം ഇന്ന് ഏത് നിലയിൽ നിൽക്കുന്നു? അന്ന് വനാന്തര ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും എന്നൊക്കെ നമ്മൾ പാടാറില്ലേ? കണ്ടോ? അവന്റെ തലമുറ ഇന്ന് കൊള്ളയടിച്ചാലേ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിയുള്ളൂ. ആ സ്ഥിതിയിലേക്ക് ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും കാലം തിരിഞ്ഞു കറങ്ങിയപ്പോൾ വാഗ്ദത്തം നേടിയ ദൈവജനത്തിന് ഇന്നും ചുറ്റും നിന്ന് 25ഓളം രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും രോമത്തിന് പോലും കേടുതട്ടാതെ ദൈവം തന്റെ ജനത്തെ ഇന്നും സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് പറയാതിരിക്കാൻ നോക്കിയല്ലേ, എത്ര യുദ്ധങ്ങൾ നേരിട്ടു. ചുറ്റും ഇസ്രായേലിന്റെ പടിഞ്ഞാറ് ഭാഗം മധ്യധരണയാഴിയ, കിഴക്കും തെക്കും വടക്കും മുഴുവൻ മറ്റു രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചു. എവിടെ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, ഇസ്രായേലിന്റെ സന്നാഹത്തിന്റെ മുമ്പിൽ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒത്തോ? അതിന് കാരണമുണ്ട്. അവന് ദൈവം കൊടുത്ത ബുദ്ധി അവനുണ്ടായിരുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ വെട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബൾബ് ആരാ കണ്ടുപിടിച്ച? പറ. ഇവിടുത്തുകാരനാ? സർവ കണ്ടുപിടുത്തു അവന്മാര് പിടിച്ചത് കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നേ. സ്തോത്രം. നമ്മുടെ മൊബൈൽ ഉൾപ്പെടെ സർവ സാധനം അവന്റെ ടെക്നോളജിയാണ്. നമ്മളിതെല്ലാം കൊണ്ട് നടക്കും ഏതാണ്ട് വലിയ കാര്യത്തില്ല. സ്തോത്രം. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന പോലും അവൻ ഉണ്ടാക്കി വെച്ച ടെക്നോളജി വെച്ചോണ്ട അവനെതിരെ പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ നേരിലുള്ള കടാക്ഷമാ. ഞാനത് മറ്റേതിലുള്ളവരെ ഇകഴ്ത്തി പറഞ്ഞതൊന്നുമല്ല. ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഞാൻ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വേഗത്തിൽ മോശയിലേക്ക് വന്നിട്ട് നിർത്താം. ഇവരങ്ങനെ നമ്മുടെ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ഏകദേശം 400 അല്ലെങ്കിൽ 430 വർഷത്തിന്റെ പുറകെ പോയി നിങ്ങൾ വഴക്കുണ്ടാക്കണ്ടേ. 400 430 നിങ്ങൾ പിടിച്ചു. കാരണം അതിന്റെ ഒറിജിനൽ കണക്ക് അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അത്രയും നാളുകൾ മിസ്രൈമിൽ അടിമകളായി പാർക്കുക. മിസ്രൈം ദേശത്തെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ആ രാജ്യത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം നിങ്ങൾക്ക് പിടികിട്ടി. അവിടുത്തെ ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ പിടികിട്ടി. ഫറവോന്മാരുടെ ഭരണം, അവരുടെ മരണം, അനന്തരക്രിയകൾ ഒക്കെ മനസ്സിലായല്ലോ.
ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട്, കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് കയറാവൂ. അത്ര അറിഞ്ഞിരിക്കണം. എങ്കിലേ അതിനകത്ത് പദപ്രയങ്ങളുടെ ആഴം എന്തെന്ന് പിടികിട്ടു. അതിനു വേണ്ടിയിട്ടാ. നമുക്കറിയാം, മോശ ജനിച്ചു. അമ്മയപ്പന്മാർ അവനെ കണ്ടപ്പോൾ, എബ്രായർ 10:23 നമ്മൾ കണ്ടു, ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അല്ലേ? അസാധാരണത്വമുള്ള ഒരു കുഞ്ഞാണെന്നുള്ളത് പിടികിട്ടി. ആ കുഞ്ഞിനെ 3 മാസത്തോളം ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ കാര്യം പറഞ്ഞ് ഞാൻ പാലത്തെ ക്ലാസ് അവസാനിപ്പിക്കാമേ. നിങ്ങളൊന്ന് നോക്കണേ. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ, ഞാൻ മുൻപ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന മോശയുടെ അത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. അതും ഗുണമായി. അപ്പോ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ബൈ ഫെയ്ത്ത് when Moses was born they saw that he was a proper child. പ്രോപ്പർ ചൈൽഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? പ്രോപ്പറാണ്. അതെന്താ? നമ്മളെങ്ങാനും ആണ് ഈ കൊച്ചുണ്ടായപ്പോൾ 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഉണ്ടാകാൻ കണ്ട സമയം എന്ന് പറഞ്ഞ്. കൊച്ചിനോട് പിണക്കം ഉണ്ടായിട്ടില്ല, ഇവനെ വളർത്താൻ നോക്കിയല്ല. അതാ കാരണം. അല്ലേ? കൽപ്പന ഇല്ലാഞ്ഞിട്ടും 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഉണ്ടായിപ്പോയല്ലോ എന്ന്. അപ്പോഴവന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അല്ലേ? പക്ഷെ ഈ 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു. ഞാനൊരു കാര്യം പറയാം, ഈ പ്രോപ്പറായിട്ട് ജനിച്ചവനെ ഒരു പരിധിക്കുള്ള ആർക്കും ഒതുക്കാൻ ഒക്കുകയില്ല. സ്വോത്രം. അതാ മുമ്പ് ദേവദാസം പറഞ്ഞത്, ലോകം മുഴുവൻ കൊറോണ കൊണ്ട് കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ കൂട്ടായ്മ ആരംഭിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. മോശ ജനിക്കുമ്പോൾ നിയമം പ്രതികൂലം. രാജാവിന്റെ കൽപ്പന നിൽക്കുന്നു. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളവാൻ രാജാവിന്റെ കൽപ്പന നിൽക്കുമ്പോഴാണ് ഒരു ആൺകൊച്ചൻ ജനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചതും 2 പേര് കൂടുതൽ ഒരുമിച്ച് കൂടരുത്. കൂടിയാൽ തന്നെ 5 മീറ്റർ അകലം വേണം. കല്യാണത്തിന് മാക്സിമം 20 പേര് കൂടെ, അതുക്കുള്ള കൂടരുത്. ഇങ്ങനെയൊക്കെ നിയമം നിൽക്കുമ്പോഴാണ് കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചത്. ശരിയല്ലേ? സമാന കൂടാരമാണെങ്കിൽ നമ്മുടെ സഭയാട്ടോടെ ചേർന്ന് പോട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴത് പ്രോപ്പറായിട്ട് തുടങ്ങിയതായതുകൊണ്ട്, ദൈവസഭയുടെ ജനനം നടന്നത് പ്രോപ്പറായിട്ടായതുകൊണ്ട് ഇത് വളരുമെന്നാ ഞാൻ ഈ പറഞ്ഞു വന്നേ. മനസ്സിലാകുന്നോ? സ്തോത്രം. മോശയുടെ കാര്യം നമ്മളുമായിട്ട് മാത്രമല്ല, സഭയായിട്ടും കൂടെ കണക്ട് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവത്താൽ തുടങ്ങിയതും പ്രോപ്പറായിട്ട് ആരംഭിച്ചതുമൊക്കെ അത് വളർന്നിരിക്കും. ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ പുറത്ത് വന്നേ നോക്കൂ. നിങ്ങളെ ഇനി മോശയുടെ വീട്ടിലേക്ക് നോക്കണേ. ഈ കുഞ്ഞ് ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പം ഞാൻ ഇന്നലെ ആലോചിക്കുക, മോശ ഇളയതാണല്ലോ, മൂത്ത 2 പേരുണ്ട്. ആരൊക്കെ? അഹരോനും മിരിയാമും. ഇവർ 2 പേരിൽ മൂത്തത് ആരാ? മിരിയാം. ഇളയത്തെ 2 ഇപ്പൊ ആമ്പിള്ളേരുവാ ഇല്ലേ? മൂത്തത് പെങ്കുച്ചും. നിങ്ങളൊന്ന് ആലോചിക്കുക, മൂത്ത പെങ്ങന്മാര് ഇളയത്തിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ചെറുതായിരിക്കുമോ? ഒയ്യോ, യെസ്. മൂത്ത പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ ഈ പ്രത്യേകിച്ച് നടുക്കത്തിന് വിട്ടിച്ച് ഇളയതിനെ ആയിരിക്കും അവർ ഊളും പിടിക്കുന്നത്. ശരിയല്ലേ? എടുത്തോണ്ട് നടക്കുന്ന മൂത്ത ചേച്ചിയായിരിക്കും കൊണ്ട് നടക്കുന്നതും ബിസ്ക്കറ്റ് കൊടുക്കുന്നതും കുറുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് ലാക്ടോജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറുക്കിന്റെ കാര്യം പറഞ്ഞ്. സ്വോത്രം അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാ മിരിയാമും വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം മിരിയാം നോക്കുമ്പം പപ്പ ഈ ഞാങ്ങണ കൊണ്ട് ഏതാണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, 3 മാസം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുകയില്ല, കൊല്ലണ്ടെന്ത് ചെയ്യാം? നൈൽ നദി കൊണ്ട്. ഏത് നദിയില്ല? നൈലിന്റെ പ്രത്യേകത എല്ലാം മനസ്സിലുണ്ടല്ലോ. ഞാൻ ചുമ്മാ കുറെ ചരിത്രം പറയാനായിട്ടല്ലേ, ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാ അത്ര ഞാൻ വിശദമാക്കി പറഞ്ഞത്. നൈൽ നദിയിൽ കൊണ്ട് നമ്മൾ പുസ്തകം വായിക്കുന്നു, ഞാങ്ങണ പെട്ടകം വാങ്ങിന്ന അല്ലേ നമ്മൾ കാണുന്നു. ഞാങ്ങണ പെട്ടകം വാങ്ങിന്ന ഞാങ്ങണ പെട്ടകം വാങ്ങിന്നല്ല, പെട്ടകം ഉണ്ടാക്കണം. ഞാങ്ങണ വാങ്ങി പെട്ടകം ഉണ്ടാക്കി. അതാ കറക്റ്റ്. ഓക്കെ, ഇനി അതിന്റെ പേര് നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കണ്ടേ. പെട്ടെന്ന് വാങ്ങോ വാങ്ങാതിരിക്കുക എന്ത് വായിക്കൊള്ളട്ടെ. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ടപ്പം എന്റെ മനസ്സിൽ തോന്നിയായിരുന്നു, ഞാൻ പറയാ, ഈ മൂത്ത പെങ്ങൾ മിരിയാൻ ചോദിച്ചു കാണും, പാപ്പ ഇതെന്തിനാന്ന് അല്ലേ? ഇതെന്തിനാ? ന്യായമായിട്ടും ചോദിച്ചു കാണുകയല്ലേ? നിങ്ങൾ അന്നേരം അപ്പന്റെ മുഖത്തേക്ക് നോക്കിയേ. കാരണം ഈ കൊച്ചിനെ താഴെ വെക്കാതെ കൊണ്ടു നടന്ന ചേച്ചിയത് എപ്പോഴും ലാളിക്കുകയും അല്ലേ, അമ്മ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഈ മൂത്ത ചേച്ചി വന്ന അപ്പനോട് ചോദിക്കുക, ഇതെന്തിനാ? മനസ്സിലാ മനസ്സോടെ ആണെങ്കിൽ അപ്പം പറഞ്ഞു കാണും, ഇത് കുഞ്ഞാവയ്ക്കാന്ന് ഇല്ലേ?
കുഞ്ഞാവയ്ക്കാന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് ഒരു സന്തോഷം, കളിക്കാനായിട്ടോ ഉറക്കാനോ ഒക്കെ ആണെന്നാ ചിന്തിച്ച. പക്ഷെ ഭംഗിയായി ആ പെട്ടകം റെഡിയാക്കി അകത്തും പുറത്തും കീലൊക്കെ പൂശി, ഒട്ടും വെള്ളം അകത്ത് കയറാതെ ഒടുവിൽ കാര്യം പറഞ്ഞു കാണും. നിങ്ങൾക്കറിയോ, സംഗതി ചെറുതല്ല. ഈ കുഞ്ഞ് കരയുമ്പോഴെല്ലാം ശബ്ദം വെളി പോകാതെ വാ പൊത്തിപ്പിടിച്ച് സൂക്ഷിച്ചത് ആരാ? മിരിയാമ്മ അല്ലേ? മിസ്രൈമിലെ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ബൂട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അഹരോൻ മുറ്റം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അഹരോന്റെ ജോലി അതാ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുക. ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അന്നേരം അമ്മ ആണ്ട് വരുന്നുണ്ട്, പട്ടാളമാണ് എന്താന്ന്, ഒരാൾ വരുന്നുണ്ട് ദൂരെ. അഹരോൻ അത് ചെന്ന് പറയുമ്പം അമ്മയും അപ്പനും ആകപ്പാടെ ചേച്ചിയും ഉച്ചന്റെ ശബ്ദം വെളി കേൾക്കാതെ മുറ്റം വഴിയൊക്കെ വന്നു പോകുമ്പോ ഇങ്ങനെ പിടിച്ചേക്കുക. കരയാൻ അനുവാദമില്ല, ഒച്ച വെക്കാൻ അനുവാദമില്ല. മോശക്കൊണ്ടോ? ഇല്ല. 3 മാസം കഴിഞ്ഞപ്പം ജന്മം കൊടുത്ത അപ്പനും നൊന്തു പ്രസവിച്ച അമ്മയും പറഞ്ഞു പറ്റിയല്ലെന്ന്. അതുവരെ താരാട്ട് പാടിയ പെങ്ങളും പറഞ്ഞു ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കണേ. അതുകൊണ്ട് നൈനലിൽ കൊണ്ട് വെച്ചു അപ്പനമ്മയും പോന്നിട്ടും മിരിയാൻ പോകുന്നില്ല. അവൾ അതുവരെ കൊണ്ടു നടന്ന കുഞ്ഞാവെ ആ വെള്ളത്തിൽ വെച്ച അപ്പനമ്മയ്ക്കും അത് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോന്നപ്പം മിരിയാം ദൂരത്ത് നോക്കുക, കുഞ്ഞാവയ്ക്ക് എന്തു പറ്റും? നിങ്ങൾ ആ രംഗമൊക്കെ മനസ്സിൽ കണ്ടു നോക്കിയേ. അവരൻ ആ ഭാഗത്തേക്ക് പോയില്ല, അത് കാണാൻ ശേഷിയില്ലാത്തത് കൊണ്ട് അവരൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലുമില്ല. സ്തോത്രം. വീട്ടിൽ വന്ന അപ്പനും അമ്മയും അകത്ത് കയറി മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നിങ്ങൾ ആ തിരിച്ചു വന്നുള്ള രംഗമൊക്കെ മനസ്സൊന്ന് കണ്ടു നോക്കിയേ. തമ്മി മിണ്ടുന്നില്ല. സുന്ദരനായ ഒരു കുഞ്ഞിനെ കൈ കിട്ടി. അവന്റെ നിലവിളി കേട്ടിട്ടില്ല, അവന്റെ കൊഞ്ചല് കേട്ടിട്ടില്ല, അവനെ ലാളിക്കുമ്പോൾ അവനുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ ആ അപ്പനും അമ്മയ്ക്കും അവസരം കിട്ടിയിട്ടില്ല. ശരിയല്ലേ? മനസ്സില്ല മനസ്സോടെ മിസ്രൈമിന്റെ ദൈവമായിരിക്കുന്ന നൈലിന്റെ കയ്യിൽ കൊണ്ട് ഇവനെ കൊടുത്തിട്ട് പോന്നു. അപ്പനും അമ്മഞ്ഞു പോന്നു. മിരിയാം എന്ത് സംഭവിക്കുന്നറിയാം? ദൂരത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോന്റെ പുത്രി എന്ന് കുളിക്കാൻ വന്നു. സൂര്യ നമസ്കാരത്തിന് വേണ്ടി വന്നതാ. എന്തിനാ? സൂര്യ നമസ്കാരം. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവൾക്ക് കുഞ്ഞില്ല. ഫറവോന്റെ മോക്ക് കുഞ്ഞില്ല. അപ്പം സൂര്യദേവനെ പ്രസാദിപ്പിച്ച തലമുറ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിൽ നൈലിൽ മുങ്ങിക്കുളിച്ച് സൂര്യദേവനെ തൊഴാൻ വേണ്ടി വന്നതാ. ഞാൻ അതിനെ മുമ്പേ സൂര്യന്റെ കാര്യം ഒന്ന് പറഞ്ഞു പോന്നേ, ഓർക്കുന്നുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു ഇതെല്ലാം കണക്ട് ആക്കിക്കോണമെന്ന്. പിന്നീട് കാര്യം പുറകെ വരും. കണ്ടോ, സൂര്യദേവനെ വണങ്ങാൻ വന്ന, പക്ഷെ അന്നേരം സൂര്യദേവനെ വണങ്ങാൻ ഒത്തില്ല. പകരം പെട്ടകം കണ്ടു, തോഴിമാരോട് പറഞ്ഞു ഇതെടുക്കാൻ. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഞാങ്ങണ പെട്ടകത്തിനകത്ത് കൈയെല്ലാം ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് 3 മാസം പ്രായമുള്ള മോശ കൈകാലികളിട്ട് അടിക്കുന്ന രംഗമൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളെ കയ്യിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കണം. ഈ ചുരുട്ടിപ്പിടിച്ചിരുന്ന കൈ ഒരു സാധാരണ കൈയല്ല. ഇവനൊരു അസാധാരണത്വം ഉള്ളവനാ, മറക്കരുത്. ഈ കൈ വേണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കൽപ്പലക ഏറ്റുവാങ്ങാൻ. ഈ കൈ വേണം ഈ പറയുന്ന കൂടാരത്തിന് അടിസ്ഥാനമിടാൻ. ഈ കൈ വേണം ചെങ്കലിന്റെ മീതെ ഒന്ന് വിരിച്ചു പിടിക്കാൻ. ഇപ്പോൾ ചുരുണ്ടി പിടിച്ചിരിക്കുന്ന ഈ കൈ ചില നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ ചിലത് കഴിയുമ്പോൾ ചെങ്കലിന്റെ മീതെ വിരിച്ചു പിടിക്കുകയും അതിന്റെ മീതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ കരം ഇറങ്ങി വരികയും ചെയ്യേണ്ട കരമാണ് ഈ കുഞ്ഞു പെട്ടകത്തിനകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നോ? നിങ്ങളെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങൾ ഇനി പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് മോശയുടെ കൈ കൊണ്ട് ദൈവം എന്തെല്ലാം ചെയ്യിപ്പിച്ച് നോക്കണം. ആ കൈയാണ് ഈ കുഞ്ഞു കൈയിന് ചുരുണ്ട് കിടക്കുന്നത്. അവള് തോഴിമാർ പറഞ്ഞ പെട്ടകം എടുക്കാൻ പറഞ്ഞു. പെട്ടകം എടുത്തു. അത് തുറന്നാറേ കുഞ്ഞ് അറിയത്തില്ലേ? എടുക്ക. അല്ല, 2-ാമത്തെ എടുത്ത പുറപ്പാട് പുസ്തകം 6-ാമത്തെ വാക്യം. പുറപ്പാട് 2:6. എന്തോ? ഇതുവരെ കരയാൻ അനുവാദം ഉണ്ടായിരുന്നോ? ഇല്ല. കുട്ടി ഇതാ കരയുന്നു. അതെന്തിനാ എഴുതിയത്? കുട്ടി കരയോ ചിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ? അപ്പൊ അവിടെ എഴുതേണ്ട കാര്യമുണ്ടോ?
അവിടെ മുതൽ തുടങ്ങി പരിപാടി. എവിടുന്ന്? നൈൽ നദിന്ന്. സ്തോത്രം. വായിച്ചേ. കുട്ടി ഇതാ കരയുന്നു. ആ അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഒരു കാരണവശാലും തോന്നാൻ ന്യായമില്ലാത്തതാ. അടുത്തത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. എന്തോ? എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. ആണോ? എത്ര മാസം പ്രായമുണ്ട്? 3 മാസം പ്രായമുള്ള കൊച്ചി എബ്രായരുടെ ആണോ, ലെബനോനിലെ ആണോ, മിസ്രൈമിലാണോ എന്ന് എങ്ങനെ അറിയും? മൂന്ന് മാസം പ്രായമുള്ള ഒരു 10 കുഞ്ഞുങ്ങളെ നിരത്തി ഇട്ടത് ഇത് ഏതാന്ന് ചോദിച്ചാൽ വല്ലതും പറയുമോ? ഇല്ലല്ലോ. അത് ഞാൻ സമ്മതിച്ചു. താങ്കൾക്കും ഉണ്ടല്ലോ സൗന്ദര്യം. കുറവാണോ? മുടി ഇല്ലല്ലോ എന്നാ അല്ലേ? കണ്ടോ? ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന് തന്നെ, സംശയമില്ല. എത്ര മാസം പ്രായമുണ്ട്? ആണോ? 16-ാം വാക്യം വായിച്ചേ, 2-ന്റെ. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കൊടുക്കാൻ വെള്ളം കോരി തൊട്ടിൽ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളിന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. അടുത്തത് ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്നും ഇടയന്മാരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് വെള്ളം കോരി തന്ന ആടുകളെ. മതി. 6-ാം വാക്യത്തിൽ പറയുന്നു ഇതൊരു എബ്രായ പൈതൽ തന്നെ, യാതൊരു സംശയമില്ല. 16-ാം വാക്യം പോലെ വായിച്ചിരുമ്പോൾ വർഷം 40 കഴിഞ്ഞു. രഘുവന്റെ പിള്ളേർ ഇപ്പൊ മോശയെ കണ്ടപ്പോ പറയാ ഒരു മിസ്രൈമ്യൻ ഞങ്ങളെ സഹായിച്ചു. ജനിച്ച് 3 മാസം പ്രായമുള്ളപ്പോൾ തിരിച്ചറിയാൻ ഒരു വഴിയുമില്ലാതിരിക്കെ ഫറവന്റെ പുത്രി ഉൾപ്പെടെ പറഞ്ഞു ഇതൊരു എബ്രായ പൈതൽ, യാതൊരു സംശയവും ഇല്ല. വളർന്നു വയസ്സ് 40 ആയപ്പോ കണ്ടോര് പറയുന്നത് മിസ്രൈമ്യൻ. ഒരൊറ്റ ഒരെണ്ണം പോലും ആത്മാവിൽ നിറയത് ഞാൻ പറഞ്ഞ കേട്ടേച്ചെന്നറിയാവും. നിറയാനുള്ളത് അതിനകത്ത് ഇല്ല, കേൾക്കാനുള്ളതേ ഉള്ളൂ. ജനിച്ചപ്പോ ഒറിജിനൽ എബ്രായൻ, കാറ തീർന്ന എബ്രായൻ, ആര് കണ്ടാലും പറയും. വളർന്ന് സീനിയോറിറ്റി കൂടി വർഷം 40 ആയപ്പം ഇവനെ കണ്ടാൽ ഒറിജിനൽ എബ്രായൻ, അവനെ കണ്ടാൽ ലോകം പറഞ്ഞു ഇവൻ മിസ്രൈമ്യൻ. എബ്രായന്റെ യാതൊരു തനിക്കുണവും ആ നാടൻ ഭാഷയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. സവിശേഷതയൊക്കെ പറഞ്ഞാൽ സാഹിത്യ ഭാഷയായിപ്പോ. അതിന്റെ ഒരു ഗുണവും മണവും ഇല്ലാത്ത, എങ്ങനെ നോക്കിയാലും കാണുന്നവർ മിസ്രൈമിനെന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൽ വന്നപ്പോൾ കണ്ടപ്പോഴെല്ലാവരും പറഞ്ഞു അയ്യോ ഒറിജിനൽ എബ്രായനാ, കണ്ടില്ലേ പാട്ട് കേട്ടാ അറിയും. ഏത് നിമിഷം ആ വീട്ടിൽ പാട്ടും. പിന്നെ ഒറ്റയ്ക്ക് പുള്ളി പരസ്യയോഗം നടത്തുന്നു, ഭവന സന്ദർശനം നടത്തുന്നു, ഹോസ്പിറ്റൽ വിസിറ്റിംഗ് എന്ന് വേണ്ട എല്ലാ പരിപാടിയും. സീനിയോറിറ്റി കൂടി പക്ഷെ 40 ആയപ്പോഴത്തേക്കിനുണ്ടല്ലോ മിസ്രൈമ്യൻ. ഇപ്പം അങ്ങനാണല്ലോ പാസ്റ്ററെ. ഈ എബ്രായനെയും മിസ്രൈമിനെയും കണ്ടാൽ ഒരു തിരിച്ചറിയ ഒരു വഴിയില്ല സകല മേഖലയിലും. സ്തോത്രം. ഞാൻ എന്നുള്ളൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നല്ല, യോഗം കൂടാൻ ചെന്ന പ്രസംഗിക്കുന്ന ഉപദേശിച്ച് കയറി വന്നപ്പോൾ ഞാൻ പേടിച്ചു, ഡിവൈഫൈഡ് ആളാന്നാ വിചാരിച്ചെ. സത്യമായിട്ടും അതുപോലത്തെ ഒരു മുണ്ടും ഷർട്ടും ഇവിടെ വരെയൊക്കെ അങ്ങോട്ട് മടക്കി. ഇപ്പോഴത്തെ ഉപദേശിമാർക്കെല്ലാം അങ്ങനെ ഗുണമുണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഇങ്ങനെ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷിക്തരായ കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാർ കയറി വരുന്നത് കണ്ടാൽ ഇതെല്ലാം അങ്ങോട്ട് മടക്കി അവരെ ഞാനെല്ലാം അങ്ങോട്ട് തെളിയിച്ച് ഇവിടെ വരെ മടക്കി വെച്ചോണ്ടാ സുവിശേഷം പ്രസംഗിക്കുന്നത്. മുമ്പ് ജുബായിട്ട കച്ചി വരെ ഇപ്പം മടക്കി വെച്ചോണ്ടാ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാനേ ഇതിനകത്തൊരു ഫ്ലെക്സ് ഉണ്ട്, അത് പുരോഹിതന്റെ. ഏതായാലും എത്ര രൂപ മുടക്കിയാലും ഞാൻ പാലക്കാട്ടുനിന്ന് എല്ലാ ആഴ്ചയിലും വരും. നഷ്ടമായാലും ശരി, ലാഭമായാലും ശരി, അത് വിഷയമേ അല്ല. പുരോഹിതൻ ഇടുന്ന അടിവസ്ത്രത്തിന്റെ കാര്യം വരെ പുസ്തകത്തിൽ എഴുതി വെക്കുക, അറിയാമോ?
പുരോഹിതൻ ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കാര്യം വരെ പുസ്തകത്തിലുണ്ടെന്ന്. നിങ്ങൾ ഇവിടെയൊക്കെ ഈ ദേവദാസന് നിർബന്ധം പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുക അതിട്ടേലേ ഒക്കുവല്ലോ. അങ്ങനെ ആയാൽ എന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മനുഷ്യന്റെ പാപത്തെക്കാൾ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ട്. എന്താന്ന് പറയാമോ? മനുഷ്യന്റെ നഗ്നത. മനസ്സിലായോ? മനുഷ്യന്റെ നഗ്നതയാണ് ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത. പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ഉടനെ കർത്താവ് ക്രൂശിൽ കയറി അങ്ങ് ചെയ്യല്ലായിരുന്നു. അവിടെ വെച്ച ഒരു ക്രൂശ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. അവനെ ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചെന്ന. ഉടുപ്പ്, ഷർട്ടെന്നല്ല, ഉടുപ്പ്. നിങ്ങൾ ഉടുപ്പ് കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ടൗണിലൊക്കെ ഇന്നാ കാണും. അതിന്റെ പേരാ ഉടുപ്പെന്ന്. കഴുത്ത് മുതൽ പാദം വരെ മൂടുന്ന സാധനത്തിന്റെ പേരാ ഉടുപ്പ്. കണ്ടിട്ടില്ലേ ഈ മുസ്ലിമും അറബികളും ഒക്കെ ഇടുന്ന? അതിന്റെ പേരാ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വസ്ത്രം ധരിക്കുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഷേപ്പ് എടുത്ത് കാണുന്ന തരത്തിലുള്ള വസ്ത്രധാരണ ദൈവത്തിന് സഹിക്കാൻ പാടില്ല. സ്തോത്രം. അതിപ്പോ ക്ലാസ്സിനല്ലാതെ എപ്പോഴാ പറയുന്നത്? മുമ്പ് ചുരിദാറൊക്കെ ഇട്ടേച്ച് ഷാൾ ഇടുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര ഭംഗിയായിട്ടായിരുന്നു. രണ്ട് തലപ്പെടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മാറൊക്കെ മറച്ച് വൃത്തിയായിട്ടായിരുന്നു ഷാൾ ഇടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് പിന്നെ ഇങ്ങനെ മാത്രമാക്കി. ഇപ്പൊ ആ സാധനം ഇല്ല. ഉള്ളതെല്ലാം പിന്നെ സ്നേഹിക്കുന്നതാകുന്ന ഞാൻ പറഞ്ഞത്. സ്തോത്രം. മനസ്സിലായോ? നിങ്ങളാരും അങ്ങനെ വന്നെന്നല്ല ഞാനീ പറഞ്ഞേ. ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചേച്ച് ഈ പാട്ടുകാരൻ പ്രധാന ഗായകൻ എന്താ പറയുന്നത്, ഓവർകോട്ടും ഒക്കെ ഇട്ട് മൈക്ക് പിടിച്ചോണ്ട് നിൽക്കും. വേറെ കുറച്ച് പിള്ളേരുണ്ട് ഞാൻ ഈ പറഞ്ഞ ഐറ്റമൊന്നും ഇല്ലാതെ ഇങ്ങനെ കൈയോട്ട് നിന്നുണ്ട്. രാജാവുള്ളെടുത്തു രാജ കോലാഹലമുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? രാജാവുള്ളടത്ത് രാജ കോലാഹലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ആർക്കാൾക്ക് പണക്കോ എൻ്റെ ഭാര്യയും പറഞ്ഞു നിങ്ങൾക്ക് ഇത് മിണ്ടായിരിക്കാൻ മേലെന്ന്. ഞാൻ പറയും, പുള്ളിക്കാരോട് ഇരിക്കുന്നതുകൊണ്ട് അത് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശുശ്രൂഷകൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ അവഹേളിക്കുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്ന. നമ്മുടെ ഒരു ക്രിസ്തീയ വിവാഹത്തിൽ പെന്തോക്കോസ്തരുടെ കല്യാണത്തിൽ പാടാൻ വന്ന കൊയറുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് ഈ പാട്ടുകാരെ കുറ്റം പറഞ്ഞു അല്ലെന്ന്. അവരില്ലാതെ കൊണ്ട് പണി നടക്കുവോ? നിശ്ചയമായിട്ടും അവർ വേണം. ഇവിടെ ദേവദാസിന് എവിടെ പോയാൽ അവരും കൊണ്ടല്ലേ പോണത്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ മാത്രമേ ഉള്ളൂ തലേ തുണി നടന്ന് പാടുന്നത്. ഓർത്തഡോക്സുകാരെ, യാക്കോബക്കാരെ, മർത്തോമക്കാരുടെ കല്യാണത്തിന്റെ കോർ നോക്കണം. അല്ലെ കോരുകാരെ പറഞ്ഞ ചെറുക്കൻ്റെ പെണ്ണിന്റെ അമ്മമാരിയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഗ്രാജുവേഷൻ ഇരിക്കുകയെന്ന് തോന്നുന്നു. അവര് നല്ല പെണ്ണിനേക്കാൾ സ്റ്റൈലായിട്ട് സാരിയെ കൊടുത്തിട്ടുണ്ടല്ലോ. തലയെ തുണി ഇടുകയല്ലേ, ഒരു കുഞ്ഞ് ടവല് അതിങ്ങനെ കോണോട് കോൺ തലയെ വെച്ച്. അതാ ഞാൻ പറഞ്ഞ ഗ്രാജുവേഷന് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞല്ല. പെണ്ണിനേക്കാൾ സ്റ്റൈലാണ് ചെറുക്കൻ്റെയും പെണ്ണിന്റെ അമ്മ സാരി കൊടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ തുമ്പൊന്നും തലയിടാൻ ഒക്കത്തില്ല. ഈ പെണ്ണിന്റെ തലയിടുന്ന നെറ്റൊന്ന് കാണണം. അത് എന്തിനിട്ടതാണെന്ന് എനിക്കറിയത്തില്ല. അത് മറയ്ക്കാൻ ഇടുന്നതാണോ? അല്ലല്ലോ. സ്തോത്രം. അത് പെണ്ണ് പിന്നെ അതേലും ഇടുന്നുണ്ട്. ഈ തള്ളമാരുടെ കാര്യം ഞാൻ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ ഇരിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞ തള്ളമാര് തലയിലേ ഇവിടെ ചൗകര്യം കണ്ടിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന്. ഗ്രാജുവേഷന്റെ ബാക്കി എല്ലാം കഴിഞ്ഞിരിക്കുക. സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഓക്കെ. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ജനിച്ചപ്പോൾ നമ്മളെ കണ്ടവരെല്ലാം പറഞ്ഞത് ഒറിജിനൽ എബ്രായൻ എന്നാണ്. വളർന്നു വളർന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ രീതിയും ഭാവവും എല്ലാം മാറി. എല്ലാ തലയിലും ഇപ്പൊ മിസ്രൈമിൽ കാണിക്കാൻ സകല ചേഷ്ടകളും നമുക്കും ഉണ്ടോ? എന്താ നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്? വീട് വെച്ച ഉടനെ അല്ലേ പെരവാസ്തോലി, വല്ല മാങ്ങാത്തോലി അറിഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞേ. ദേഷ്യം കൊണ്ട് ഞാൻ ചോദിച്ചതാ. പെരവാസ്തോലി എന്നല്ല, പുരവാസ്തു ബലിന്ന. മനസ്സിലായില്ലല്ലേ? ഞങ്ങളുടെ പെരവാസ്തോലിക്ക് വരികയല്ലേ നെത്തോലി എന്നൊക്കെ പറയും പോലെ. പെരവാസ്തോലി എന്തോ ഓലി
എടാ പുരവാസ്തു ബലിന്ന ഉപൂസ്യം പ്രാർത്ഥിച്ചും 10 ദൈവമക്കൾ സഹായിച്ചൊരു വീട് വെച്ചിട്ട് അത് വാസ്തുവിന് ബലി കൊടുക്കാൻ പോവുക. മനസ്സിലായില്ലല്ലേ? അന്ന് കാണിച്ചു വെച്ച ഇതാ ഇപ്പൊ മനസ്സിലാക്കിക്കോണം. പിന്നെ സെൻട്രൽ പാസ് തന്നെ പാല് കാച്ചണം. സെൻട്രൽ പാസ് ഓങ്ങി നിൽക്കുക പാല് കാച്ചാൻ. പാസ്റ്റർമാർക്ക് കൊടുത്തില്ലെങ്കിലോ പാല് കാച്ച പാസ്റ്റർമാർക്ക് വേണ്ട, അവരിങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് നിൽക്കുക പാല് കുടിക്കാനായിട്ട്. എടാ ഇത് ഐറ്റം വേറെയാ, സമയം കിട്ടുകയാണ് ഞാൻ പിന്നെ പറയാം. പുരവാസ്തു ബലി, വാസ്തുവിനെ പ്രീതിപ്പെടുത്താൻ കയറി താമസിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി വന്ന് ഈ വീട് വാസ്തുവിന് ബലി കൊടുത്തേച്ച് പനിയും മാറുന്നില്ല, തലവേദന മാറുന്നില്ല, പോരാട്ടം മാറുന്നില്ല. പിന്നെ മുടക്കത്തെ ജോണുപദേശി വന്നാൽ ഇത് അഴിക്കാം. ജോണുപദേശി അപ്പം വന്നാൽ ഇത് അഴിക്കാൻ നോക്കുകയില്ല. എന്നാ കാര്യം അറിയാമോ? എങ്ങാണ്ട് കിടന്ന വാസ്തുവിനെ നീ വിളിച്ചു വരുത്തിയതല്ലേ ആണല്ലോ. പിന്നെ പോരാട്ടം, വെളിപ്പാട്, എന്തോന്ന് എന്റെ അരിക്കലെങ്ങാനും വന്നാ സുഖമായി. സ്തോത്രം. ഞാൻ ചെല്ലുന്ന യോഗത്തിൽ ഒരെണ്ണം പോലെ അഴിക്കല്ലോ, ഒന്നുകൂടെ മുറുക്കിയച്ചേ പോരുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ വരുത്തി വെച്ചത് എങ്ങാണ്ട് വിളിച്ച് കയറ്റി വെച്ച് ഓണം ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നോക്കുവോ? പണ്ട് അമ്മച്ചി മത്തിത്തല വെച്ച് പട്ടിയെ എറിഞ്ഞു പോലെ പട്ടിയെ ഓടിച്ച മത്തിത്തലയ്ക്ക് വെട്ടിക്കോട് നടക്കല്ല, പട്ടി കയറി വന്നേ. പട്ടി എന്ന് പറഞ്ഞ മത്തി ഒറ്റ ഏറ് മത്തിത്തല കിട്ടിയ പിന്നെ പട്ടി പോവോ? പട്ടി കയറി വരിക. അതിനെ അമ്മച്ചി തലയെടുത്ത് എറിയുക. ഉച്ചയ്ക്ക് അച്ചാൻ വരുമ്പോൾ തന്നെ വറക്കാനുള്ള മത്തിയാ ഈ എറിഞ്ഞു തീർക്കുന്നത്. ഇതുപോലെ ഇരിക്കും നമ്മൾ ശാസിച്ചാൽ. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുക. പിന്നെ സമാപന കൂടാരം പഠിക്കാണ്ടിട്ടുണ്ട്. പുള്ളി പോണപ്പോ ഞാൻ കൂടാത്ത സമയം ഉണ്ടെങ്കിലേ കയറുന്നുള്ളൂ, വെളിയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ആദ്യം വെളിയിലെ കാര്യം നിൽക്കട്ടെ, പിന്നെ എൻ്റെ അകത്തെ കാര്യം. പിന്നെ അല്ലാതെ സ്തോത്രം. ആരും ചോദിച്ചോണ്ട് നിൽക്കില്ല, അത് അവിടെ കടന്നോളൂ. സ്തോത്രം. നമുക്കൊന്ന് ഗുണമാകണ്ടേ? വേണ്ടേ? മുമ്പ് ദേവദാസം പറഞ്ഞല്ലേ, ഞാൻ പറയാം ജീവിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കും. ഇല്ല ഈ പണി വിട്ടേച്ച് പോ. ഈ അങ്ങ് ചെല്ലുവോ അതുമില്ല, ഒന്നുമല്ലാത്ത പരുത്ത് എന്തിനാ കുഴയുന്നേ? പണ്ട് കാനവച്ചൻ ചോദിച്ച പോലെ, എടാ വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നീ അതിനെ ഉപേക്ഷിച്ചത് എന്തിനാ? നീ അശുദ്ധി ഉപേക്ഷിച്ചത് എന്തിന്? കാനവച്ചൻ ചോദിച്ചതാ. അയ്യോ സത്യം പറയാത് പന്നിക്ക് വെടികൊള്ളുന്ന വാചകമായി പോയി. എടാ വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നീ അശുദ്ധി ഉപേക്ഷിച്ചത് എന്തിനാ? കറക്റ്റല്ലേ? ഇത് വിശുദ്ധിയാന്നും പറഞ്ഞു ഒന്നും വിടുന്നുമില്ല, ഒന്നും വിടുന്നില്ല. എന്നാ വിട്ടിരിക്കുന്നു? നമ്മുടെ ഈ പിള്ളകളെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. അതാ ഇത് പഠിച്ചാൽ മിക്കവാറും ഒന്നെങ്ങളിൽ നിന്ന് ഇത് തീരുന്നത് നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ കർത്താവ് എന്നെ എടുത്തുകൊണ്ട് പോകും. ഇത് രണ്ടിലേലും ഒന്നേ നടക്കുകയുള്ളൂ. കാരണം കണ്ണി കാണുന്ന സാധനങ്ങൾ തിന്നാൻ പോലും പ്രമാണമില്ല. അതാ അതിനകത്ത് കുഴപ്പം. നമ്മളാണെ കർത്താവേ നൽകിയ ആഹാരത്തിന്റെ സ്തോത്രം, ഇത്രത്തോളം തരുവാൻ ദൈവത്തിന് കൃപ തോന്നിയല്ലോ. എല്ലാം ശുദ്ധിച്ചു തരണമേ, കരിവേപ്പില പോലും വെക്കാതെ തിന്നാനുള്ള കൃപ തരണമെന്നാ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നു. അത് മുഴുവൻ അതേപടി വിഴുങ്ങാൻ. പിന്നെ ഒരു കാര്യം, ഈ ഇവിടെ തിരുവല്ല മുനിസിപ്പാലിറ്റി ഉണ്ട്, ഇത് രാവിലെ ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് തട്ടുന്നൊരു സ്ഥലം കാണും. ഇവിടെ എവിടാന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി ദൂരം എവിടെയെങ്കിലും ആയിരിക്കും. കോട്ടത്താണ്ട വടവാതുര ഡംപിങ് യാർഡ്. ഗൾഫിലൊക്കെ ആണെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്ത ഒരുപാട് ഏറിയില്ല, പക്ഷെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. ഞാൻ ഈ പറഞ്ഞു വരുന്ന മുനിസിപ്പാലിറ്റി ജോലിയുടെ കാര്യം പറയാനായിട്ടല്ല, ലോകത്തിലെ സകല അഴുക്കും കൊണ്ട് ഡംപ് ചെയ്യുന്ന ഡംപിങ് യാർഡായി നമ്മുടെ ശരീരവും ഉദരവും മാറ്റരുത്. ബി കെയർഫുൾ. അതിന് ടീപ്പൻകാരെ കണ്ടുപഠിക്കണം. അവരൊരു പേരയ്ക്കാൻ വാങ്ങിച്ചാലും നല്ല സാധനം മേടിക്കൂ. ഞാൻ വെറുതെ പറഞ്ഞല്ല. അവര് സാധനം വാങ്ങിച്ചാൽ മത്തി മേടിക്കാൻ പോയ ചീഞ്ഞ മത്തിയും വെച്ചിട്ടുണ്ട് അവര് പോരുകയല്ല. അവരെ കൂടുതൽ ടീച്ചിങ് അവിടെ ശരീരത്തിന് ദോഷം വരുന്നൊന്നും കഴിക്കാൻ പാടില്ല. അവര് പറഞ്ഞ അവിടെ ശരീരം ദൈവാത്മാവിൽ വസിക്കാനുള്ള മന്ദിരമാ. ഈ ശരീരത്തെ സൂക്ഷിക്കണം. നമ്മളെപ്പോലെ കണക്കില്ലാത്ത ഉപവാസമൊന്നും അവർക്കില്ലല്ലോ. ശരീരം സൂക്ഷിക്കും, നന്നായിട്ട് ഉപവാസം എടുക്കും, എന്നിട്ട് പിന്നെ കുടിക്കുന്ന പാല് തന്നെ ആയിരിക്കും. ഇത് നമ്മൾ 7 ദിവസം കഠിനോപവാസം എടുത്തേച്ച് അങ്ങനെ ഉപവാസം പുസ്തകത്തിലില്ല. കഠിനോപവാസം നോക്കി ഉപവാസം പുസ്തകത്തിലുണ്ടോ?
നമ്മളിവിടെ കഠിനമോശം, വെള്ളം പോലും കുടിക്കാതെ. ഓ കുറേ ബലം ഉണ്ടെങ്കിൽ എടുക്ക്, എതിരൊന്നും അല്ല. 7 അല്ല 14 കഠിനം ഇരുന്നു, അതിനൊന്നും എതിര് പറഞ്ഞല്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം, അത്യാവശ്യം. ഇതൊക്കെയാ നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. നല്ല ആഹാരം എന്നും കരുതി ഇപ്പം ഷാജിപ്പാസ് പറഞ്ഞ നല്ല ആഹാരമല്ല കഴിക്കുക എന്നും പറഞ്ഞ് വീട്ടിൽ പോയി ഉള്ളതൊന്നും കഴിക്കാതെ പക്ഷേ ചെയ്ത എന്നോട് വഴക്കുണ്ടോന്നും പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ സെൻസിലേ എടുക്കാവൂ. പോട്ടെ, സമയം പോകുന്നു. ജനിച്ചപ്പോൾ, ഞാൻ വൈകിട്ട് വിടുന്നേ തുടങ്ങുള്ളൂ. ജനിച്ചപ്പോൾ ഒറിജിനൽ എബ്രായൻ, വളർന്നു വന്നപ്പോൾ കാണുന്നവര് പറയാണേ മിസ്രൈമൻ. അവൻ്റെ ആ ഹെയർ സ്റ്റൈലും മുടിയെല്ലാം വളർത്തി ഉശാന്താടിയും വെച്ച് വരവ് കാണുമ്പോഴറിയാം ഇവൻ മിസ്രൈമനാന്ന്. ഇപ്പൊ സകല മിസ്രൈമനും അല്ലേ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വരുന്നേ. ഞാൻ കൊട്ടാരക്കര ചവടക്കാൻ ചെന്നപ്പോ കണ്ട് ഒരുത്തും അമ്മച്ചെ കാണാൻ, ഇവന് കാണാൻ ഞാൻ മുടിങ്ങനെ മാറ്റി. സത്യം ചിരി എന്നെ ഇങ്ങനെ തോണ്ടി. അച്ഛാ കണ്ടോന്നുള്ളത് ഞാൻ കരി കയറിയിരിക്കും എന്റെ വരവ് കണ്ടപ്പോഴേ. പുള്ളി തന്നെ തോണ്ടിയപ്പോ ഞാൻ ചിരിച്ചു. പുള്ളിക്ക് ചിരി വന്നിട്ടാ. 2 മുടി മാറ്റി. നിങ്ങൾ പറ, ആണിനെയും പെണ്ണിനെയും കണ്ടാ തിരിച്ചറിയാവോ? ഇല്ല. അവൻ ആ കടുവാ കളിക്കാരുടെ കൂട്ടുള്ളൂ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഗിറ്റാറും പിടിച്ചുകൊണ്ട് കയറി ഒരു വരവുണ്ട്. ഇതൊക്കെ പിന്നെ ഇവിടെ നമുക്കിത് പറയാൻ സ്വാതന്ത്ര്യമുള്ളൂ. ഇവിടെ ആ ഇടപാടില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇനി എന്ത് പറഞ്ഞാൽ അവിടെ ഒന്ന് പോണം കേട്ടോ, അയ്യോ അവിടെ എന്തോവാ, എന്തോവാ അവിടെ ഒന്നുമില്ല. പലരും അങ്ങനെയൊക്കെ പാസ്റ്റോട് പറയണം നമുക്ക് കൊട്ടാരക്ക വരെ ഒന്ന് പോകാം. പോട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്ന സമയം 1:45. ജനിച്ചപ്പോൾ ഒറിജിനൽ എബ്രായൻ, വളർന്നപ്പോൾ മിസ്രൈമൻ. മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുന്നല്ലേ ദേവദാസന്റെ വാക്യം? ആണല്ലോ. ഞാൻ ഇട്ടുതരാം, ബാക്കി കൊടുത്തോണ്ടാ മതി. മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുത്. മിസ്രൈമിലെ രീതികളൊന്നും ഇവിടെ പാടില്ല. ഇനി നിങ്ങൾ മിസ്രൈമിലെ രീതികളെ കുറിച്ചൊന്ന് പഠിച്ചേ. അതുവഴി ഇടയ്ക്ക് പറ്റുകയല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞേ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവം എന്ന് വെച്ചാൽ ബാക്കി കാര്യം നമുക്ക് പിന്നെ പഠിക്കാം. ഈ മോശയോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദേശമൻ മുൻപിലുണ്ട്, തീർക്കാത്ത വീടുകൾ മേടകളൊക്കെ നാട്ടിലുണ്ട്. കൂടെ ഇരുന്നവൻ കൂടെയുണ്ട്. കോവിൽ കൂടെ ഇരുന്നവൻ കൂടെ അവൻ കൂടെ കണ്ടവനോടു കൂടെയുണ്ട്. കടൽ തീരത്തു മോശയിൽ കണ്ടവൻ എന്നോടു കൂടെയുണ്ട്. 100,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. കൊണ്ടു തന്ദാസനെ പോറ്റി പുലർത്തിയോ കൂടെയുണ്ട്. നിന്നുള്ള ശുദ്ധജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. കൊണ്ടു തൻ ദാസനെ പോറ്റു ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. എന്നെ മതിലുകൾ തട്ടി തകർത്തവൻ ചെങ്കടൽ വാറ്റിച്ചോൻ കൂടെയുണ്ട്. സേവകന്മാരെ
നശിപ്പിച്ച ഏലിയാവിൻ ദൈവമൻ കൂടെയുണ്ട്. വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. വീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശം മുന്നിലുണ്ട്. വീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശം മുന്നിലുണ്ട്. ദൈവത്തിന് മഹത്വം കരയറ്റാം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, മധ്യാഹ്നം കഴിഞ്ഞ് വേണ്ടിക്ക് സ്തോത്രം ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് തീരുമാനിച്ച പ്രകാരം ഈ രാവിലെ തിരുവചനം പഠിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ഇത്രയും പേരെ കൂട്ടുവരുത്തി അവിടുത്തെ വചനം പഠിപ്പാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം. സമാഗമന കൂടാരം എന്ന വിഷയം അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് നിന്റെ ദാസൻ പഠിപ്പിക്കുവാൻ വിശേഷ കൃപ വീണ്ടും പകരുന്നത് പഠിപ്പാൻ ഞങ്ങൾക്ക് വിശേഷ കൃപ നൽകണം. അതിന്റെ പ്രാരംഭ ക്ലാസ് ഒന്നെണ്ണം ആമേൻ മിസ്രയീമിനെ പറ്റിയും മാഷിയെ പറ്റിയുമൊക്കെ മുഖവരയായി വിലപ്പെട്ട ദൂതുകൾ ഞങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങൾ അറിയുവാനും ഗ്രഹിപ്പാനും ദൈവം കൃപ നൽകിയല്ലോ. ആമേൻ. കർത്താവെ, പ്രായരായി ജനിച്ചുവെങ്കിലും ആമേൻ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മിസ്രയീമൻ എന്നുള്ള നിലയിൽ ജീവിച്ചു. എന്നാൽ അതിൽ നിന്ന് ആമേൻ മാറ്റം വരുത്തുവാൻ ദൈവം ചെയ്ത പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം. സന്ധ്യയിലും വരുന്ന ദിവസങ്ങളൊക്കെ അത് പഠിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ കണ്ട് ആമേൻ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതാകത്തക്ക വിധത്തിൽ ഞങ്ങളെ എല്ലാം വാർത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പാൻ അനുവദിക്കരുത്. ആത്മബലത്തിലും ആത്മനിറവിലും ഞങ്ങളുടെ അന്ത്യം വരെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാം ബലപ്പെടുത്തണം. ഷാജി പാസ്റ്റർക്ക് വിശേഷ കൃപ വീണ്ടും കൊടുക്കണം. ആമേൻ. തിരുവചനം വ്യാഖ്യാനിച്ചു നൽകുവാൻ വിശേഷ കൃപ വീണ്ടും പകരണം. കുടുംബമായി മാനിക്കണം. പൈതലായിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ തലമടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണം. അവിടെ അനുവദിക്കുന്ന പക്ഷം വൈകിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വീണ്ടും ദൈവവചനം കേൾക്കുവാൻ, പഠിപ്പാൻ, ധ്യാനിപ്പാൻ, അയവിറക്കി ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് ആമേ ക്രമീകരണം വരുവാൻ ദൈവം കരുണ ചെയ്യണമേ. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ശുശ്രൂഷയെ ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ, അനേക ആത്മാക്കളെ നേടുവാനും എല്ലാറ്റിലുപരി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാനും ഞങ്ങൾക്ക് പ്രാർത്ഥിയും കൃപയും നൽകണം. സന്നിധി ബോധത്തോടെ ആയിരിക്കാൻ വീണ്ടും കൃപ നൽകണം. നിന്റെ ജനത്തെ കടാക്ഷിക്കണം, തൃക്കൻ പാർക്കണം, അനുഗ്രഹിച്ചയക്കുന്നു. വൈകിട്ടെല്ലാവരെയും കൂട്ടുവരുത്തണം. പുത്രനെയും മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ വാഴ്വുകൾ, അനുഗ്രഹങ്ങൾ ഇപ്പോഴും എപ്പോഴും എല്ലാ ക്ലാസുകളുടെ മേലും സകല വിശുദ്ധന്മാരുടെ മേലും ക്രിസ്തുയേശുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകലും പുത്ര മുഖാന്തരം നമുക്ക് ജയം തന്ന കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരെ